ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിചാരണ. ആപ്കെ അദാലത്തിൽ രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങളുടെ കോടതിയിൽ ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കെ അദാലത്തിൽ ഇന്ന് നമ്മുടെ അതിഥി ആരാണെന്ന് വെച്ചാൽ അതിശയിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. അവരുടെ നാവിൽ സരസ്വതിയാണ് കുടികൊള്ളുന്നത്. അവർ സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റിലുള്ളവർ കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട്. അവർ പ്രസംഗിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. അവർ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് മുത്തശ്ശിയായും അമ്മയായും ജീവിക്കുന്നു. തന്റെ ശത്രുക്കൾക്ക് ഭദ്രകാളിയുമാണ്. പ്ലീസ് വെൽക്കം സ്വാതി റിതാംബ്ര. ജയ് ശ്രീരാം. ജയ് ഹോ ജയ് ഹോ ജയ് ശ്രീരാം. ഇന്ന് ആപ്കെ അദാലത്തിൽ അടുത്തതായി വരാൻ പോകുന്നത് നമ്മുടെ ജഡ്ജിയായ പത്രാധിപർ സൻവീർ ചൗഗാക്കർ. സൻവീർ ചൗഗാക്കറാണ് ഇന്നത്തെ നമ്മുടെ ജഡ്ജി. വിചാരണ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ജഡ്ജിയുടെ അനുവാദം നമുക്ക് ആവശ്യമാണ്. വിചാരണ തുടങ്ങട്ടെ. നീതിപീഠത്തിൽ വിചാരണ തുടങ്ങാം. വിചാരണ തുടങ്ങി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ സ്വാതി റിതാംബ്രയുടെ ജീവചരിത്രം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? തനിക്കെന്ന് ഒരു തനി ശക്തി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ലോക പ്രശസ്തയായ സ്വാതി റിതംബര ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ കുടുംബജീവിതം ത്യാഗം ചെയ്ത് സ്വാമി പരമാനന്ദയുടെ ശിഷ്യയായി മാറുന്നു. ശ്രീരാമക്ഷേത്രത്തിന്റെ കലാപത്തിൽ ഫയർ ബ്രാഞ്ച് പോലെയായിരുന്നു അവർ ഉണ്ടായിരുന്നത്. സ്വാതി റിതംബര തന്റെ അപാരമായ സംസാരിക്കാനുള്ള കഴിവ് മൂലം ഗ്രാമങ്ങൾ തോറും ചെന്ന് പ്രചാരണം നടത്തി. കഴിഞ്ഞ 3 ജനറേഷനായി സ്വാതി റിതംബര ചേച്ചിയായും അമ്മയായും അനാഥരായ കുഞ്ഞുങ്ങൾക്ക് മനോഹരമായ ഒരു ജീവിതം ഉണ്ടാക്കിക്കൊടുത്തു. വാത്സല്യ ഗ്രാം വൃന്ദാവൻ നിർമ്മിച്ച് സ്വാതി റിതംബര തന്റെ ജീവിതത്തിലെ ഒരു മിഷൻ പൂർത്തീകരിച്ചു. 2023 ഡിസംബർ 31-ാം തീയതി സ്വാതി റിതംബരയ്ക്ക് 60 വയസ്സായപ്പോൾ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് വാത്സല്യ ഗ്രാമത്തിലേക്ക് ചെന്ന് രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള സ്വാതിയുടെ ബുദ്ധിമുട്ടുകൾ പ്രശംസിച്ചു. रितंभरा माँ के बारे में जानता हूँ. आप सब जानते हैं कि आज जो भव्य राम मंदिर का निर्माण अयोध्या में हो रहा है, उसमें कितना बड़ा योगदान उनका. ഈ സന്ദർഭത്തിൽ സ്വാമി രാംദേവ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, നല്ല ജീവിതം വേണമെങ്കിൽ ഇവരാണ് വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു. भगवान के अनुग्रह से, भगवान के साक्षात विग्रह के रूप में, भगवती के साक्षात विग्रह के रूप में ही पूज्या दीदी माँ हैं. യോഗി ആദിത്യനാഥും അവിടേക്ക് ചെന്ന് അവരുടെ സേവനങ്ങളെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞു. राष्ट्र और समाज के लिए जो समर्पण का भाव उनके पूज्य गुरुदेव ने और उन्होंने पूज्य संतों के साथ मिलकर के आगे बढ़ाया है, वह पूरे संत समाज के लिए अनुकरणीय उदाहरण है. ഇന്നും ഈ ലോകത്തുള്ളവരെല്ലാവരും സ്വാതി റിതംബരയുടെ രാമന്റെ കഥ കേട്ടതും കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ പുതിയൊരു ഉണർവാണ് ഏർപ്പെടുന്നത്. ആപ്കെ അദാലത്തിൽ സ്വാതി റിതംബര തനിക്ക് വേണ്ടി സംസാരിക്കാൻ പോവുകയാണ്. ശരി, ഇന്നത്തെ വിചാരണ നമുക്ക് തുടങ്ങാം. ആപ്കെ അദാലത്തിൽ സ്വാതി റിതംബരയുടെ പേരിലുള്ള ആദ്യത്തെ കുറ്റം. ആപ്കെ അദാലത്തിൽ സ്വാതി റിതംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവർ രാമനാമത്തെ കൈവശപ്പെടുത്തിയിരിക്കുന്നു. ഇതാ നോക്കൂ, ഇത്രയും നാൾ താങ്കൾ എന്താണ് പറഞ്ഞത്? രാമൻ എല്ലാവർക്കും സ്വന്തമാണ്, എല്ലാവരുടെയും ഉള്ളിൽ രാമൻ ഉണ്ടെന്ന്. ഇപ്പോൾ രാമന്റെ ആ അമ്പലം പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുകയാണ്. പലരും എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിന്റെ ക്രെഡിറ്റ് BJPയും RSSും സ്വാതി റിതംബരയും കൈയടക്കിയെന്നാണ്. രജത് സർ, രാമനാണ് നമ്മുടെ അടയാളം.
സത്യത്തിന്റെ വഴികാട്ടി അദ്ദേഹമല്ലേ? നല്ല ചിന്തകളുടെ അടിസ്ഥാനം തന്നെ അദ്ദേഹമല്ലേ? വേറൊരു സത്യം പറയണമെങ്കിൽ രാമൻ എന്റെ മനസ്സിനെ കവർന്നു കഴിഞ്ഞു രജത് സാർ. രാമന് ഞാൻ അടിമയായി കഴിഞ്ഞു. അമ്പലം പൂർണ്ണമായും നിർമ്മിച്ചു കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണല്ലോ. ഇതിന്റെ പിന്നിൽ വല്ല രാഷ്ട്രീയവും ഉണ്ടോ? അതിപ്പോ എങ്ങനെയാ പറയാ രജത് സാർ? ഈ ചിന്തയുണ്ടല്ലോ, അതെന്റെ തപസ്യയാണ്. പിന്നെ അവിടെയുള്ള ആ കലശമുണ്ടല്ലോ, അതെന്റെ ചിന്തകൾക്ക് ഉണർവേകുന്നതാണ്. പിന്നെ ആ ഗർഭഗൃഹമുണ്ടല്ലോ, അത് കാലങ്ങളായുള്ള പല മനസ്സുകളുടെയും അസ്വസ്ഥതയുടെ ഫലമാണ്. അത് ഞങ്ങളുടെ സ്വപ്നമാണ്. അതാണ് അവിടെ മണ്ഡപമായി കാണുന്നത്. പിന്നെ അതിന്റെ ഉള്ളിലുള്ള ആ സ്തംഭമുണ്ടല്ലോ രജത് സർ, അതാണ് ഞങ്ങളുടെ ക്ഷമ. കർമ്മ ഒരുപക്ഷെ ഇങ്ങോട്ടും അങ്ങോട്ടുമാകാം, പക്ഷേ ഞങ്ങളുടെ ചിന്തയുണ്ടല്ലോ അത് ദൃഢമായതാണ്. അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ ഈ ദൃഢമായ പാതയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ത്യാഗം കൊണ്ടുണ്ടായതാണ്. പിന്നെ ആ അമ്പലത്തിനു ചുറ്റും പടുത്തുയർത്തിയിരിക്കുന്ന മതിലുകളുണ്ടല്ലോ, അത് ഞങ്ങളുടെ ധർമ്മവ്യവസ്ഥയെയാണ് കാണിക്കുന്നത്. അത് ഞങ്ങളുടെ അഭിമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത് നിലനിൽക്കുന്നതും. ഇതുകൊണ്ടുതന്നെ അവിടെ പകുതിയായി കഴിഞ്ഞതൊന്നുമില്ല. തീരുമാനം ശരിയായിരുന്നു. അതുപോലെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കുറച്ചു പണികൾ കൂടി ബാക്കിയുണ്ട്. ഞങ്ങളതില്ലാന്ന് പറഞ്ഞില്ല. പക്ഷേ ആ അമ്പലത്തിന്റെ പണി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, കലശവും അന്നു തന്നെ സ്ഥാപിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാവരും ഇവിടെ വന്നണയും. ഒരുമയോടെ മനസ്സുകൊണ്ട് കെട്ടിയതാണീ അമ്പലം. അത് പുറത്തും പൂർണ്ണമായി കഴിഞ്ഞു. അഹങ്കാരം കൊണ്ട ജനങ്ങൾ തീർച്ചയായും തോറ്റുപോകും. അത് കാണാനല്ലേ പോകുന്നത്. ഇത് സത്യമാണ്. മീഡിയയോട് രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, അവിടെ നടന്ന ആ ഫംഗ്ഷൻ അത് നരേന്ദ്രമോദിയുടെ ഫംഗ്ഷനാണെന്ന്, രാമന്റെ ഫംഗ്ഷൻ അല്ലെന്ന്. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായാണ് സംഭവിക്കുന്നത്. ഈ നാട്ടിലെ പല കോടി ഭക്തജനങ്ങളുടെ മനസ്സും ചിന്തകളുമാണ് ഒന്നു ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം ഭൂമി പൂജയ്ക്ക് പോയത്. സാഷ്ടാംഗം അങ്ങ് പ്രണമിച്ചുപോയി. ഭൂമി പൂജയിൽ ഭൂമി തന്നെ ധന്യമായി. ഭാരത പാരമ്പര്യം തന്നെ തലയുയർത്തി നിന്നു. കാരണം നമ്മൾ അപമാനമെന്ന വിഷം കുടിച്ചാണ് ജീവിച്ചിരുന്നത് രജത് സർ. നമ്മളുണ്ടല്ലോ, നീലകണ്ഠനെ പോലെ വിഷം തൊണ്ടയിൽ വെച്ചാണ് ജീവിച്ചിരുന്നത്. എന്തിനു പറയുന്നു? നമ്മുടെ അമ്പലം നശിപ്പിച്ചത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപമാനപ്പെടുത്തിയിട്ടുണ്ട്, അടിച്ചമർത്തിയിട്ടുണ്ട്, ദുഷിച്ച വാക്കുകൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഒരു നാടിന്റെ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം ഭാരതമാതാവിന്റെ പാരമ്പര്യം തന്റെ തലയിൽ ചുമന്നാണ് ജീവിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട് രജത് സർ. നമ്മുടെ പ്രധാനമന്ത്രി അയോധ്യയുടെ തലയെഴുത്ത് മാറ്റാനല്ല പോകുന്നത്. പിന്നെ എന്തിനാണ് പോകുന്നത്? അദ്ദേഹം തന്റെ ഭാഗ്യത്തെ പവിത്രമാക്കുവാനാണ് പോകുന്നത്. ഒരു ഭാഗത്ത് ശങ്കരാചാര്യരുണ്ട്, സ്വാമി അഭിമുക്തേശ്വരാനന്ദ്. അവരൊക്കെ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, മോദി പോയതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ഫംഗ്ഷനായിട്ട് മാറിയെന്ന്. ഒരു രാജ്യത്തിലെ മുതിർന്നവർ ഇതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിച്ചാൽ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ആൾ, അതായത് പ്രധാനമന്ത്രി, പണ്ടുകാലത്ത് ഇതൊക്കെ രാജാക്കന്മാരായിരുന്നു ചെയ്തിരുന്നത്. അവരായിരുന്നു എല്ലാം. അവിടെ നടക്കുന്ന എല്ലാ ശുഭകാര്യങ്ങളും ഇവരോട് ചോദിച്ചാണ് സംഭവിച്ചിരുന്നത്. എന്നാൽ ഇതാകട്ടെ ഒരു കമ്മിറ്റി തന്നെ തീരുമാനിച്ച ഒരു കാര്യമാണ്. ഇത് രാമജന്മഭൂമിയുടെ ട്രസ്റ്റ് എടുത്ത തീരുമാനമാണ്. ട്രസ്റ്റ് മുഖാന്തരമാണ് അദ്ദേഹത്തിന് ക്ഷണം പോയത്. മാത്രമല്ല രജത് സർ, നമ്മളൊക്കെ പുണ്യം ചെയ്തവരാണ്, സന്തോഷം നിറഞ്ഞവരാണ്. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞങ്ങൾ ക്ഷണിച്ച ഉടനെ തന്നെ വേണ്ട മര്യാദയോടെ ഞങ്ങൾ സ്വീകരിച്ചു. അത് സന്തോഷമുള്ള കാര്യല്ലേ? പക്ഷെ മറ്റൊരു ശങ്കരാചാര്യർ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതെങ്ങനെ നടക്കും? ദൈവത്തിന്റെ വിഗ്രഹത്തിൽ, അതായത് രാംലല്ലയുടെ വിഗ്രഹത്തിൽ, അതിൽ നരേന്ദ്രമോദി തൊടുമ്പോൾ അടുത്തുനിന്ന് ശങ്കരാചാര്യർ കൈ അടിക്കണമോ എന്നാണ് അവർ ചോദിക്കുന്നത്. രജത് സർ, മഹാന്മാരായ പല സന്യാസിമാരും തന്റെ മഹത്വം വിളിച്ചോതുന്ന പീഠത്തിലിരുന്നു കൊണ്ട് മനസ്സു തുറന്ന ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ അവരുടെ അഭിപ്രായം എന്താണ്, അവരുടെ വിചാരം എന്താണ് എന്നൊക്കെ അവരെ വിളിച്ചു ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ വളരെ ചെറിയവളല്ലേ, എനിക്കതിനുള്ള അവകാശമില്ല. എന്നാൽ എന്റെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള മുഴുവൻ അധികാരവും എനിക്കുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോയിരിക്കുന്നു. ഇന്ന് ലോകം തന്നെ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നു. കാരണം നമ്മുടെ രാമനാണ് അവിടെ അവതരിച്ചിരിക്കുന്നത്. ഈ ഒരു മുഹൂർത്തത്തിനായി ഞങ്ങൾ 500 വർഷമായി കാത്തിരിക്കുന്നു. ഇത് അത്ര ചെറിയ കാര്യമാണോ? എത്രയും വലിയ കാര്യമാണ്. വിശ്വാസം കൂടാതെ ദൈവാധീനം, ഒപ്പം നമ്മുടെ ആത്മാഭിമാനവും അതിനെപ്പോലെ അപമാനിച്ചിരുന്നില്ലേ? അതല്ലേ അവിടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്.
അപ്പോൾ രാഷ്ട്രീയ ശക്തികളും പൊതുജന ശക്തികളും ധാർമ്മിക ശക്തികളും എല്ലാമുണ്ട്. കൂട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള വലിയവരും. എന്തുകൊണ്ടാ പറയുന്നതെന്ന് വെച്ചാൽ സത്യത്തെ മറതീർത്ത് ഒരു സമുദായത്തിലേക്ക് എടുത്തുകാട്ടിയിരിക്കുന്നു, ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. രജത് സർ, സത്യം എപ്പോഴും കയ്പ് നിറഞ്ഞതായിരിക്കും. അതൊരമ്പിനെ പോലെ മനസ്സിൽ പോയി തറയ്ക്കും. ആ സത്യത്തെ പറയാനുള്ള ധൈര്യം നമ്മുടെ രജത് സാറിനെ പോലുള്ള വലിയ വലിയ അവതാരകർക്കേ പറ്റൂ. അതുകൊണ്ട് എപ്പോഴാണോ സർവശക്തികളും ഒന്നുചേർന്ന് അവിടേക്ക് പോകുന്നത്, അപ്പോൾ നാടിന്റെ പ്രധാനമന്ത്രിയും അവിടേക്ക് പോണ്ടേ? അതുകൊണ്ട് മറ്റൊരു അദ്ദേഹം കൈപ്പേറിയ സത്യവും പുറത്തു വന്നിരിക്കുകയാണ്. താങ്കളുടെ ശ്ലോകം എന്താണ്? രാമനാമം പറയുന്നവൻ തന്നെ അമ്പലം പണിയുമെന്നാണ്. അത് ആരോ ഒരാൾ ഗൂഗിൾ മാപ്പോട് കൂടി ഡിജിറ്റൽ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ 3 കിലോമീറ്റർ ദൂരെയാണ് നിങ്ങൾ രാമന്റെ അമ്പലം പണിയുന്നതെന്ന്. രജത് സർ, എവിടെയാണോ ഗർഭഗൃഹമുള്ളത്, അതായത് ഇപ്പൊ എവിടെയാണോ രാമനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ആ സ്ഥലത്താണ് തുടർന്ന് 500 വർഷക്കാലമായി ആ സ്ഥലത്താണ് ഭക്തി പുരസ്കരം നമസ്കരിച്ചു വന്നിരുന്നത്. 500 വർഷമായി ആ സ്ഥലം രാമഭക്തന്മാർ വിട്ടുകൊടുത്തിരുന്നില്ല. ആ സ്ഥലത്താണ് ഗർഭഗൃഹം ഉണ്ടായിരിക്കുന്നത്. രാമഭഗവാനെ അവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1 ഇഞ്ച് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല. ഇതുണ്ടല്ലോ ഒരു വിമർശനമാണ്. ഇത് ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പാഴ്ശ്രമമാണ്. ഇതിൽ എന്തായാലും തോറ്റുപോവുകയേ ഉള്ളൂ. ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കരുതുന്നത് ലോക്സഭാ ഇലക്ഷൻ വരാൻ പോകുന്നു, അതുകൊണ്ടാണ് അമ്പലത്തിലെ പ്രാൺ പ്രതിഷ്ഠ നിങ്ങൾ ധൃതി പിടിച്ച് ചെയ്തതെന്ന്. ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രജത് സർ, രാമനാമം പാടിക്കൊണ്ട് കാവി വസ്ത്രം ധരിച്ചു വരുമെന്ന്, ഓരോ വീതികൾ തോറും രാമനാമം ജപിച്ചു വരുമെന്ന്. കാശി, മധുര, പിന്നെ ഈ അയോധ്യയിലും ഒരുമിച്ച് കാഹളം മുഴക്കി നാം ഭാരതീയരെന്നു പറഞ്ഞു, ഈ ഭാരതം നമ്മുടെ നാടാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് രജത് സർ ആദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാ, എലക്ഷൻ വരും പോകും, അമ്പലം കെട്ടും എന്നൊക്കെ പറയും. പക്ഷെ എപ്പോഴാ കെട്ടുക എന്നുള്ള തീയതി ഇവർ പറയില്ല. അന്നേരം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ അമ്പലം കെട്ടിക്കഴിഞ്ഞു. അത് കണ്ടിട്ട് അസൂയയ്ക്ക് കുറവൊന്നും വന്നില്ല. അസൂയുള്ളവർ എന്തും പറയുമല്ലോ. ആദ്യം അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ ആദ്യം അമ്പലം കെട്ടാൻ താല്പര്യപ്പെടുന്നേ ഇല്ലെന്നാണ്. ഇലക്ഷനിൽ ഒരു ഇഷ്യൂ ആയിട്ട് വെക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിരുന്നെന്ന്. എത്ര ഇലക്ഷൻ വന്നു, എത്ര ഇലക്ഷൻ നടന്നു കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി പലതരത്തിലും തങ്ങളെ തയ്യാറാക്കി വെച്ചു, മാനസികമായി എന്നും പറയാം. അതുകൊണ്ടല്ലേ നമ്മുടെ ശ്രീരാമന്റെ യാത്ര നമ്മുടെ സ്വന്തം ലാൽകൃഷ്ണ അദ്വാനി തുടങ്ങിവെച്ചത്. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കറിയാലോ. എടുത്ത തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കില്ല. അമ്പലം കെട്ടുമെന്ന് പറഞ്ഞു, അമ്പലവും കെട്ടിക്കഴിഞ്ഞു. അമ്പലം കെട്ടിയത് ആർക്കൊക്കെയാണ് ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ രജത് സർ, അവരാണിപ്പോ ഡിക്ലെയർ ചെയ്യേണ്ടത്. കൊടുത്ത വാക്ക് ഭാരതീയ ജനതാ പാർട്ടി നിറവേറ്റിയെന്നും ഞങ്ങൾ കൃഷ്ണ ജന്മഭൂമി കെട്ടാമെന്നു വാക്ക് തരട്ടെ. ആ വാക്ക് അവർ നിറവേറ്റിയും തരട്ടെ. അതായത് നാട്ടിലുള്ള ജനങ്ങളുടെ വോട്ട് വേണമെങ്കിൽ അവരും ഇതുപോലെയുള്ള ഒരു വാക്ക്. അതാണ് രജത് സാർ ഞാൻ പറയാൻ വന്നത്. ഇതാണ് ശരി. ഹിന്ദുമതത്തിൽ ഉണ്ടായിരുന്നവർ ഒരുപാട് അപമാനങ്ങൾ താങ്ങിയാണ് ഇന്നിവിടെ എത്തിയത്. അവർ ജീവത്യാഗം ചെയ്തു, അപഹാസ്യരായി, ചവിട്ടിമെതിക്കപ്പെട്ടു. കാരണം ഈ വോട്ട് ചോദിച്ചു കൊണ്ടുവരുന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ കുരുടന്മാരാക്കി കളഞ്ഞു. അവർ രഥയാത്ര നടത്തുന്നവരെ തോക്കുകൊണ്ട് വെടിവെച്ചു കൊന്നു, ഒരു സങ്കോചവും കൂടാതെ. ശരീരത്തിൽ കല്ല് കെട്ടിവെച്ച് നദിയിൽ കൊണ്ട് വലിച്ചെറിഞ്ഞു കളഞ്ഞു. പിന്നെ ഈ മണൽച്ചാക്കിനുള്ളിൽ ജീവനുള്ള ശരീരങ്ങൾ വലിഞ്ഞു മുറുക്കി കെട്ടി നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതൊന്നും ഒരു രാഷ്ട്രീയമല്ലേ? അതും വൃത്തികെട്ട രാഷ്ട്രീയം. വോട്ട് ഭിക്ഷ ചോദിക്കാനായി ഹിന്ദുക്കൾക്ക് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തതിൽ ആർക്കും ഒരു വേദനയുമില്ലേ? ഭാരതീയ ജനതാ പാർട്ടി രാമനുള്ള അമ്പലം കെട്ടണമെന്ന് പറഞ്ഞപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഒരു രാഷ്ട്രീയം കൊണ്ടുവന്നതെന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ. അതെ, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയമാണ് വേണ്ടത്. അത് ഭാരത പാരമ്പര്യത്തെ പരമോന്നതിയിലെത്തിക്കണം. പദവിയെ അനുകൂലിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി അധ്വാനിക്കട്ടെ. ഇത് കാണുവാനാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത് രജത് സർ. അവരുടെ പ്രശ്നം മോദിയുടെ കൂടാണ്. രാമന്റെ അമ്പലം നിർമ്മിക്കുന്നതിന് അദ്ദേഹം എന്ത് പ്രയത്നമാണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. സുപ്രീം കോടതിയുടെ ഓർഡർ അനുസരിച്ചല്ലേ കെട്ടുന്നത്. അതുകൊണ്ട് മോദിയെ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് കാലായി എല്ലാരും കാത്തിരുന്നതാണ് ഇന്ന് വിധി വരും, നാളെ വിധി വരും എന്നൊക്കെ. ഞങ്ങളുടെ ഡോക്യുമെന്റ്സ് മുതൽ പാസ്പോർട്ട് വരേക്കും ഈ കോർട്ട് ജപ്തി ചെയ്തു കൊണ്ടുപോയിരുന്നു. ശരി, ഞങ്ങൾ കുറ്റവാളികൾ തന്നെ ആയിക്കോട്ടെ. കാരണം ഞങ്ങളുടെ മേൽ പഴി ചുമത്തപ്പെട്ടിരുന്നു. ഇതുപോലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങളും അനുഭവിച്ചില്ലേ? കൂടാതെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രജത് സർ, ആരു വേണമെങ്കിലും അടിത്തറ കെട്ടട്ടെ, ആരു വേണമെങ്കിലും ചുമരി കെട്ടട്ടെ, എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. അമ്പലത്തിനു മുകളിൽ കൊടി നാട്ടാനുള്ള ഭാഗ്യം ആർക്കാ കിട്ടിയത്? അത് മോദി സാറിനല്ലേ?
മോദിജിക്കല്ലേ ആ ഭാഗ്യം ഉണ്ടായത്? ഇതൊരു പുണ്യമായ കാര്യമല്ലേ? പൂർവജന്മത്തിൽ ചെയ്ത പുണ്യമാണ് ഇത് അദ്ദേഹത്തിന്റെ കൈകളിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലത്തിൽ വിധി വന്നത്, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് അമ്പലം കെട്ടിയത്. അവരാകട്ടെ മര്യാദയോടെ ക്ഷണവും സ്വീകരിച്ചു. തിരശീല നീങ്ങുമ്പോ അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കും. നമ്മുടെ മോദിജി അവിടെയാ നിൽക്കുക. ഇത് അദ്ദേഹത്തിന് കിട്ടിയ ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. എന്റെ ഊഹം ശരിയാണെങ്കിൽ 2008 ഗുജറാത്തിൽ ഒരു സഭയിൽ വെച്ച് താങ്കൾ പറഞ്ഞു ഇദ്ദേഹം ഗുജറാത്തിന്റെ CM മാത്രമല്ല ഇന്ത്യയുടെ PM ആയിട്ട് മാറുമെന്നും. ഞാൻ പറഞ്ഞിരുന്നു രജത് സർ. ഞാൻ അദ്ദേഹത്തിൽ ഒരു പ്രത്യേകത കണ്ടിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഈ ഭാരതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് അദ്ദേഹത്താൽ മറുജന്മം നൽകാൻ കഴിയും. ജീവിതത്തിൽ കഷ്ടപ്പെടുന്ന ഒരാളുടെ മുഖത്ത് ചിരി കൊണ്ടുവരാൻ കഴിയും. അദ്ദേഹം പക്ഷാഭേദമില്ലാതെ എല്ലാവരുടെ ജീവിതത്തെയും സന്തോഷം നിറഞ്ഞതാക്കി തീർക്കും. മാത്രമല്ല ഇദ്ദേഹം വേറെ ആരുമല്ല. ധ്വനി സാർ നടത്തിയ രഥയാത്രയിൽ ഇദ്ദേഹം മുഖ്യമായൊരു പങ്ക് വഹിച്ചിരുന്നു. ഭാരതത്തിലെ ജനങ്ങളെ ഒന്നടങ്കം ഒന്നു ചേർക്കാനായി അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മുടെ ഭാരതഭരണം കിട്ടിയപ്പോ ഭാരതപ്പെരുമ എങ്ങോ പോയി കളഞ്ഞു. നമ്മുടെ ഭാരതം ഇന്ന് ലോകത്തിനു മുമ്പിൽ തല നിവർന്നു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഹൃദയപൂർവ്വം ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. എന്നെപ്പോലുള്ള സന്യാസിനികൾ എന്തിനെ എന്റെ ഗുരുദേവൻ തന്നെ പറയുമായിരുന്നു. നരേന്ദ്രമോദിജിയെ കണ്ടാ തന്നെ പറയുമായിരുന്നു. എനിക്ക് തോന്നിയിരുന്നത് അത് എങ്ങനെയാന്ന് വെച്ചാൽ അതുണ്ടല്ലോ രജത് സർ, എന്നെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഞാൻ ശിവഭഗവാനെ ആരാധിക്കുന്നവളാണ്. കൈലാസത്തെ ഞാൻ എന്റെ വീടായാണ് വിചാരിക്കുന്നത്. ദൈവത്തിന്റെ സേനാധിപതിയാവുക എന്നുള്ളതാണ് എന്റെ ജീവിത ലക്ഷ്യം. പഞ്ചഭൂതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പല വിവരങ്ങളും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അഭിമാനപൂർവ്വം ഞങ്ങൾ ജീവിച്ചു വരുന്നു. പലതും ഞങ്ങൾ സഹിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഞങ്ങൾ മനസ്സ് കൈവിട്ടില്ല. വിശ്വാസത്തെ ഞങ്ങൾ കൈമോശം വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ തല ഒരിക്കലും കുനിയില്ല. ഒപ്പം ഭാരതമണ്ണിന്റെ തലയും നിവർന്നു നിൽക്കും. അതിനുവേണ്ടി വഴി നടത്തുന്ന ആൾ എങ്ങനെയായിരിക്കും വേണ്ടത്? നമ്മുടെ ഭാരത പാരമ്പര്യം നശിപ്പിക്കുന്നവനാണോ വേണ്ടത്? രാമൻ എന്ന വാക്കിനെ സംശയിക്കുന്നവനാണോ നമുക്ക് വേണ്ടത്? രാമൻ ഇപ്പൊ അമ്പലം കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവനാണോ വേണ്ടത്? ഏത് കോളേജിലാണ് രാമൻ എഞ്ചിനീയറിംഗ് ഡിഗ്രി വാങ്ങിയതെന്ന് ചോദിക്കുന്നവനാണോ വേണ്ടത്? രാമൻ എന്നൊരാളില്ല, അത് നുണയാണെന്നു പറയുന്നു. അയോധ്യയെ അസത്യമാണെന്നു പറയുന്നു. ബുദ്ധിശൂന്യരായ വൃത്തികെട്ട ജനങ്ങൾ. ഇവരെല്ലാമാണോ നമുക്ക് വഴികാട്ടിയാവേണ്ടവർ? തീർച്ചയായുമല്ല. നമുക്കൊരു ഉത്തമനായ വഴികാട്ടിയാണ് വേണ്ടത്. അദ്ദേഹം ഭാരതഭൂമിയെ മനസ്സിലാക്കിയിരിക്കണം. ഭാരത മണ്ണിനെ ബഹുമാനിക്കുന്നവനായിരിക്കണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രജത് സർ, ഏതു മനുഷ്യനാണ് പാർലമെന്റിന്റെ വാതിൽക്കൽ വന്ന് നമസ്കരിച്ചിട്ടുള്ളത്? അദ്ദേഹം പാർലമെന്റിനെ ഒരു അമ്പലമായാണ് കരുതിയത്. അദ്ദേഹം പാർലമെന്റിനകത്ത് വന്നിരുന്ന് എന്തിനെ ദൈവമായി ആരാധിച്ചിരുന്നുവോ ആ സ്ഥലത്ത് അദ്ദേഹം വന്നിരുന്ന് ഭാരതമണ്ണിന്റെ ഭാഗ്യം തന്നെ മാറ്റിക്കാട്ടും. ഭാരതമണ്ണിന് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഇത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. ശരിക്കും തെളിയിച്ചു തന്നു. അതോടൊപ്പം പലരും ഈ ക്ഷണക്കത്ത് നിരാകരിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എന്റെ രാമന്റെ ക്ഷണം ആരൊക്കെ നിരാകരിക്കുന്നുവോ അവരെയൊക്കെ തീർച്ചയായും ഭാരതത്തിലെ ജനങ്ങൾ നിരാകരിക്കും. ഇപ്പോൾ ജനങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ഇവിടെ പലരും താല്പര്യപ്പെടുന്നുണ്ട്. നമസ്കാരം മൃദാംബരാമേ. എന്റെ ചോദ്യം എന്താണെന്നാൽ, അടുത്ത ഇലക്ഷനിൽ മോദിജി ജയിക്കുമോ? 3ാമത്തെ തവണയും അദ്ദേഹം PM ആവുമോ? തീർച്ചയായും ആകും. അതിൽ യാതൊരു സംശയവും വേണ്ട. മോനെ, ഈ തീരുമാനം ജനങ്ങൾ എന്നോ മനസ്സിലേറ്റി. ജനങ്ങൾക്ക് നന്നായി അറിയാം നമ്മുടെ നാടിന്റെ ഭാവികാലവും അതിന്റെ പവിത്രതയും ഇതിന്റെ രണ്ടിന്റെയും ഗ്യാരണ്ടി മോദിജിയാണെന്ന്. അതുകൊണ്ട് ഈ 2024 അദ്ദേഹത്തിന്റേതാണ്. ശരി, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ആ ഐഡിയ വന്നില്ലേ, എനിക്ക് MP ആകണം, മന്ത്രിയാകണം, PM ആവണമെന്നുള്ള? ജഡ് സർ, രാഷ്ട്രീയം എന്റെ ജോലിയല്ല. എന്റെ ജോലി ഭക്തിഗാനം പാടുക എന്നുള്ളതാണ്. നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പാരമ്പര്യം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കർത്തവ്യം എങ്ങനെ നിറവേറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുക. ഒപ്പം നമ്മുടെ പൂർവികർ എങ്ങനെയൊക്കെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനൊപ്പം ഇപ്പൊ ഇടയിൽ രാമജന്മഭൂമിയുടെ വിഷയം വന്നപ്പോ ഗുരുദേവൻ പറഞ്ഞു, ഋതംബര, ഇതിനെപ്പറ്റി നീ ജനങ്ങളോട് പറയണം. അദ്ദേഹം പറഞ്ഞതാ ഞാനിപ്പോ ചെയ്യുന്നത് രജത് സർ. രാമനാമം നീ ജപിച്ചിടേണം, എങ്കിൽ ജീവിതം തന്നെ ധന്യമാകും. നിന്റെ ഹൃദയത്തിൽ രാമനുണ്ട്, അവൻ എന്നും അവിടെ നിലനിൽക്കും. നിന്റെ ശ്വാസത്തിൽ രാമനില്ലയെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. അദ്ദേഹത്തിന്റെ നാമം നീ ഉരുവിടൂ, നിനക്കൊരിക്കലും നാശം വരികില്ല. അമ്പലം ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞു, അത് കെട്ടേണ്ടിടത്തു തന്നെ കെട്ടിക്കഴിഞ്ഞു.
അതുകൊണ്ട് തന്നെ എന്റെ ഗുരുദേവൻ എന്നോട് എന്താണ് ആജ്ഞാപിച്ചതെന്ന് വെച്ചാൽ, അത് അമ്പലത്തിനു വേണ്ടി നീ കഠിന പ്രയത്നം ചെയ്യണം, ധർമ്മത്തിനു വേണ്ടി നീ പരിശ്രമിക്കണം, ഒപ്പം എല്ലാവരെയും സമത്വത്തോടെ നോക്കണമെന്നൊരു പാഠവും എന്നോട് പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞോ അതാണ് ഞാൻ ചെയ്യുന്നത്. രാഷ്ട്രീയം എന്റെ ജീവിതത്തിന്റെ ഭാഗമല്ല. അതുമാത്രമല്ല, 1991 എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, താങ്കളെ സോണിയാഗാന്ധിക്കെതിരായിട്ട് മത്സരിക്കാൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞത് നേരാണ്. എന്റെ ഗുരുദേവൻ എന്നെ എതിർത്തിരുന്നു. മാത്രമല്ല, എനിക്കും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല രജത് സർ, ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കും. രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. ഇവിടെ നോക്കൂ, യോഗി ആദിത്യനാഥ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹവും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നത്. ഇന്ന് അദ്ദേഹം ജയിച്ച് കാണിച്ചിരിക്കുകയാണ്. ശരിയാണ്, അത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവാണെന്ന് പറയാം. യുപിക്ക് ഒരു സമർത്ഥനായ നേതാവിനെ കിട്ടിയെന്നു പറയാം. അയോധ്യയെ പറ്റി പറയുമ്പോഴൊക്കെ എനിക്ക് കണ്ണീർ വരും. അതുപോലെ ലക്നൗ വൈഭവങ്ങളെ കാണുമ്പോഴും. ഞാനതിനെ ലക്നൌവിലുള്ളവളല്ല, പക്ഷെ അത് നമ്മുടെ തീർത്ഥസ്ഥലമായിരുന്നു. അതിന്റെ ആ പവിത്രത, അവിടത്തെ ആ ദൈവ ചൈതന്യം, ഇതൊക്കെ എത്ര വലിയ കാര്യമാണ് രജത് സർ. ഞാൻ എപ്പോഴും പറയും ഭാരതമാത അത്ഭുതം നിറഞ്ഞവളാണെന്ന്. ഭാരതമാതാവ് യഥാസമയം തന്റെ ഗർഭത്തിൽ നിന്നും മഹത് വ്യക്തികൾക്ക് ജന്മം നൽകുമെന്ന്, അവർ നമ്മുടെ നാടിന്റെ അഭിമാനമാവുമെന്ന്. അതുപോലെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ യോഗിയും. അയോധ്യ നഗരം മുഴുവനും ദീപങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു. ഓരോ ദീപാവലിക്കും വിമാനത്തിൽ നിന്നും ശ്രീരാമൻ ഇറങ്ങിവരും. വന്നാലോ അയോധ്യയെ തന്നെ ധന്യമാക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ളൊരു സന്യാസി അല്ലെങ്കിൽ ഒരു വഴികാട്ടിയെ നമുക്ക് കിട്ടിയെന്നുള്ളത് നമ്മൾ ചെയ്ത പുണ്യമാണ്, ഭാരതത്തിന്റെയും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? അതായത് കേജ്രിവാൾ പറഞ്ഞതുപോലെ അദ്ദേഹം എല്ലാ ചൊവ്വാഴ്ചയും ഹനുമാൻ ചാലിസ പഠിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ലാഭമുണ്ടാവുമെന്നാണോ? അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധി ഉണ്ടാവും. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ രാജ്യത്ത് സിറ്റുവേഷൻ മാറുന്നുണ്ടോ? പൊളിറ്റീഷ്യൻസ് അമ്പലങ്ങളിൽ പോകുന്നു, ഹനുമാൻ ചാലീസയൊക്കെ മനപ്പാടമാക്കുന്നു. തീർച്ചയായും രജത് സർ, സാഹചര്യം മാറുന്നുണ്ട്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുമുണ്ട്. തെറ്റുകളും ചെയ്ത് കാവ്യവസ്ത്രവും ധരിച്ചുകൊണ്ട് എന്തിനാണിങ്ങനെ അലയുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തോടിണങ്ങിച്ചേർന്നവരാണെങ്കിൽ, ഇന്നുവരെ നിങ്ങൾ സന്യാസിനികളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പാരമ്പര്യത്തെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ പലരെയും സന്തോഷപ്പെടുത്താൻ ചെയ്തതാണ്. ഈ മണ്ണിന് ദ്രോഹമാണ് ചെയ്തിരുന്നത്. ഇപ്പോഴുണ്ടല്ലോ, ഇവർ നടത്തുന്ന ഈ നാടകം ജനങ്ങൾക്ക് മനസ്സിലായി. അത്രയുള്ളൂ കാര്യങ്ങള്. ജനങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം രജത് സർ. ഋതംബറ മാഡം, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ശരി. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ പല ചോദ്യങ്ങളും ചോദിക്കുന്നതായിരിക്കും. ഒരേ ഒരു മന്ത്രമാണ്. അവരെ ഞാൻ വെറുതെ വിട്ടില്ല. വെറുതെ ഒരു സന്തോഷത്തിന്. ശ്രീരാമന്റെ കളിയാണ്. അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശ്രീരാമന്റെ ലീലകൾ തടുക്കാൻ ആരുണ്ട് ഈ ലോകത്ത്? ജീവനുള്ളിടത്തോളം കാലം ശ്രീരാമ മന്ത്രം മുഴങ്ങും. മരണശേഷം എനിക്ക് സ്വർഗം കിട്ടും. എന്റെ തൊഴിലോ ശ്രീരാമ മന്ത്രം ജപിക്കുന്നത്. എന്റെ കടമയുടെ ഫലമാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി സ്വാതി ഋതംബരയാണ്. വളരെ പ്രസിദ്ധിയായ വ്യക്തിത്വത്തിന് ഉടമയാണിത്. നിങ്ങളുടെ കോടതിയിൽ ഇവരുടെ മേലുള്ള അടുത്ത കുറ്റം എന്താണെന്ന് വെച്ചാൽ, ആപ്കെ അദാലത്തിൽ സ്വാതി ഋതംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവർ സനാതനം എന്ന പേരിൽ ജനങ്ങളെ പിരിക്കാൻ ശ്രമിക്കുകയാണ്. നോക്കൂ, ഈ കുറ്റം ഞാനല്ല പറഞ്ഞത്, രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത്, സനാതനം എന്ന പേരിൽ ജാതികൾ ഉണ്ടാക്കി ജനങ്ങളെ പിരിക്കുന്നു, അവർക്കുള്ളിൽ വെറുപ്പുണ്ടാക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം സ്നേഹമെന്ന കട തുറന്നിരിക്കുകയാണെന്ന്. സനാതനം എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം രജത് സർ? മനുഷ്യനായി ജീവിക്കുന്നത്, മനുഷ്യ ഉണർവുകളോടെ ജീവിക്കുന്നത്. മൃഗങ്ങൾ, പക്ഷികൾ എന്നുവേണ്ട എല്ലാറ്റിനും ഓരോ സംസ്കാരമുണ്ട്. ഈ സമൂഹത്തിൽ ആരാണ് ധൈര്യത്തോടെയും ദൃഢതയോടെയും ഉള്ളത്? ശ്രീരാമനെ ആര് പൂജിക്കുന്നുവോ അവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോവുകയില്ല. അതേസമയം എതിരിൽ മൂന്നാമതായി ഒരു സ്ത്രീജനത്തെ കണ്ടാൽ അവളുടെ കുടിലിനുള്ളിൽ പോയി കഷ്ടപ്പെട്ട് ജീവിതം വഴി നടത്തുന്ന അവൾക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു നൽകും. ഇതാണ് സനാതനം. ഇതൊരിക്കലും നശിക്കില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയോ? രജത് സർ ചിലപ്പോ അറിയുമായിരിക്കും. നാമദേവ് എന്ന പേരിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. റൊട്ടി ഉണ്ടാക്കി അദ്ദേഹം വിൽക്കുമായിരുന്നു. ഒരു ദിവസം ഒരു നായ അവിടത്തെ റൊട്ടി എടുത്തുകൊണ്ടുപോയി.
അദ്ദേഹം ആ നായയെ അടിക്കാൻ വേണ്ടി വടിയെടുത്ത് പിന്നാലെ ഓടിയില്ല. നാമദേവ് ഉണ്ടാക്കിയ റൊട്ടി നായ കൊണ്ടുപോയി. അദ്ദേഹം പുറകെ തന്നെ ഒരു കിണ്ണവും എടുത്തുകൊണ്ട് ഓടി. വെറും റൊട്ടി കഴിക്കല്ലേ, നെയ് കൂട്ടി കഴിച്ചോ എന്ന് പറഞ്ഞു. ഇതാണ് മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത്. ഇതിനെയാണ് മനുഷ്യ സേവനം എന്ന് പറയുന്നത്. പിന്നെ രജത് സർ, ഞങ്ങൾ സനാതനികളാണ്. ഒരു കല്ലിന് കുങ്കുമം വെച്ചു കൊടുത്തു നോക്കൂ. ഞങ്ങൾ ആ കല്ലിനെ പോലും ദൈവമായി ആരാധിക്കും. ആ കല്ലും ദൈവമായി മാറും. ഞങ്ങൾ പാഷാണത്തിൽ ജീവൻ തന്നെ പ്രതിഷ്ഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മേൽ ഇങ്ങനെ കുറ്റം ആരോപിക്കുന്നത് രാഷ്ട്രീയത്തിലെ വൃത്തികെട്ട പ്രവൃത്തിയാണ്. നാവുകൊണ്ട് ഉച്ചരിക്കുന്ന ഇത്തരം വാക്കുകൾ സത്യമായിരിക്കില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേർതിരിവ് കാണിക്കുന്നവളല്ല. ഈ ലോകത്തിൽ പല ജാതിയിലുള്ള ജനങ്ങളും പല സ്ഥലത്തും വെച്ച് അപമാനപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഭാരതം സംരക്ഷണം നൽകി. അവൻ അന്യദേശക്കാരനാകാം, ശത്രുവാകാം. ഞങ്ങൾ അവർ ആരിലും ഒരിക്കലും പക കണ്ടില്ല. ശത്രുക്കൾക്ക് പോലും സംരക്ഷണം നൽകുന്ന ഒരു ഗുണം സനാതനധർമ്മികളായ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നല്ലൊരു രാഷ്ട്രീയ ധർമ്മമല്ല. മാത്രമല്ല ഇത് സത്യവുമല്ല. ഇപ്പോ പലരും പറയാറുണ്ട്, അതായത് തമിഴ്നാടിന്റെ CM സ്റ്റാലിൻ പറയുന്നു, അദ്ദേഹത്തിന്റെ മകൻ ഉദയനിധി സ്റ്റാലിനും. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് താങ്കളും കേട്ട് കാണും. ഈ കൊതുവിനെയും ഡെങ്കുവിനെയൊക്കെ നമ്മൾ എങ്ങനെയാണോ നശിപ്പിക്കുന്നത്, അതുപോലെ തന്നെ സനാതനവും ഇല്ലാതാക്കണമെന്ന്. ഹേ രജത് സർ, ശ്രീലങ്കയിലുള്ളവനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റുന്നതാണോ ഈ സനാതനം? കംസനെ കൊണ്ടുപോലും നശിപ്പിക്കാൻ പറ്റാത്ത സനാതനം ഈ പൊടിച്ചെറുക്കം വിചാരിച്ചാലാണോ നശിപ്പിക്കാൻ പറ്റുക? പക്ഷേ ഈ സനാതനധർമ്മത്തിൽ പല പല ജാതികളുള്ളത് സത്യം തന്നെയല്ലേ? അതുകൊണ്ട് സമാജത്തെ ജാതി വെച്ച് പിരിക്കുകയാണെന്ന്. എനിക്കിതൊക്കെ അറിയാം. നമ്മൾ തന്നെ ഉള്ളിൽ വേർതിരിവ് നടത്തിയാൽ, ഹിന്ദു എന്ന പേരിൽ വേർതിരിവ് നടത്തിയാൽ നമ്മുടെ നാടിനെ ഒറ്റക്കെട്ടായി നിന്ന് സേവിക്കാൻ പറ്റില്ല. ഞങ്ങൾ ദൃഢനിശ്ചയത്തോടെയുണ്ട്, നിശ്ചയദാർഢ്യത്തോടെയുണ്ട്, ഒരുമയോടെ നിൽക്കും, വേർതിരിവിനെ അകറ്റും. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ നോക്കി നിൽക്കുന്നവരെ ഞങ്ങൾ മണ്ണോട് മണ്ണാക്കി കളഞ്ഞേക്കും. അയോധ്യയിൽ രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞല്ലോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ഞാൻ താങ്കളോട് ചോദിക്കാൻ പോകുന്നത്, എന്തുകൊണ്ടാണ് സന്യാസം തിരഞ്ഞെടുത്തത്? വീട് ഉപേക്ഷിച്ച് സന്യാസി ആവാനുള്ള കാരണം എന്താണ്? ഞാൻ കുട്ടിക്കാലത്ത് അടുത്ത വീടുകളിലൊക്കെ പല കാര്യങ്ങളും എന്റെ കണ്ണുകൊണ്ട് കണ്ടിരുന്നു. അപ്പോ സൗന്ദര്യമുള്ളവരായിരുന്നു, സന്തോഷത്തോടെ ജീവിക്കുക എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് എനിക്ക് തോന്നി പണമുള്ളവനാണ് സന്തോഷത്തോടെ ഇരിക്കുക എന്ന്. അതിനുശേഷം ഞാൻ മനസ്സിലാക്കി, ആരുടെ അടുത്ത് എല്ലാമുണ്ടോ അവന്റെ അടുത്തും ഇല്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന്. ചില സമയം ഞാൻ കണ്ടു അമ്മമാർ തന്റെ മക്കളെ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാനൊരു സ്ത്രീയെ ശ്രദ്ധിച്ചു. അവളുടെ ഡെഡ് ബോഡി ട്രെയിനിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു. അവളുടെ വയറാണെങ്കിൽ വലുതായിരുന്നു, കാരണം അവൾ ഗർഭിണിയായിരുന്നു. ആ ശവം ഞാൻ എന്റെ കണ്ണുകൊണ്ടു കണ്ടു. ഇതുപോലെ ഒരു അനാഥ കുട്ടിയെ ചെറുപ്രായത്തിലുള്ളൊരു പെൺകുട്ടി പ്രസവിച്ചിരിക്കുന്നു. അവളെയാണെങ്കിൽ കുഴികുത്തി മൂടുകയും ചെയ്തു. പക്ഷെ നായകൾ അവളെ മണ്ണിൽ നിന്നും മാന്തി പുറത്തെടുത്തു. ഞാനാണെങ്കിൽ ജനിച്ച ഒരു കുഞ്ഞിന്റെ ശരീരം അപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അതെന്റെ കുഞ്ഞു മനസ്സിനെ ബാധിച്ചു. പിന്നെ അന്ധന്മാർ ഞങ്ങളുടെ നാട്ടുംപ്രദേശത്തേക്ക് വരുമായിരുന്നു. അത് കണ്ട് ഞാൻ എന്റെ അമ്മയോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഈ അന്ധയായ പെൺകുട്ടിക്ക് രക്തം ഇങ്ങനെ ഒഴുകുന്നതെന്ന്. കാരണം എനിക്കപ്പ അറിയില്ലായിരുന്നു ഇതാണ് ആർത്തവം എന്നുള്ളത്. ആ സ്ത്രീ ശരീരത്തിൽ തുണി പോലും ഇല്ലായിരുന്നു. മാത്രമല്ല ആ രക്തമുണ്ടല്ലോ കാലിൽ കൂടെ ഒഴുകിയിരുന്നു. അമ്മയോട് ഞാൻ അവരുടെ ശരീരത്തിൽ മുറിവുണ്ടോ എന്ന് ചോദിച്ചു. പിന്നീട് അവരെ ഓർത്ത് ഞാൻ വേദനിച്ചു. അവർ ഞങ്ങളുടെ പണം പിടിച്ചു പറിക്കുമോ എന്ന് പേടിച്ചു. അന്ന് കാലത്ത് ഈ സ്റ്റേഷനിലൊക്കെ അന്ധരായ ഭിക്ഷക്കാരുണ്ടാവുമായിരുന്നല്ലോ. അവിടെ പോയിട്ട് ഞാൻ അവർക്ക് പണമൊക്കെ എണ്ണിക്കൊടുക്കുമായിരുന്നു. അതായത് എന്റെ പിഞ്ചു മനസ്സിൽ ഈ വക കാര്യങ്ങളൊക്കെ പതിഞ്ഞു പോയിരുന്നു. അങ്ങനെയാണ് മനസ്സിൽ ചോദ്യങ്ങൾ ഉണ്ടായത്, ആരാണ് സന്തോഷത്തോടെയുള്ളത്? പക്ഷെ എന്റെ ചോദ്യത്തിന് ആരെ കൊണ്ടും ഉത്തരം പറയാൻ പറ്റിയില്ല. കാരണം ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥയിലല്ലായിരുന്നു അന്നു ഞാൻ. അങ്ങനെയിരിക്കെ ഒരു അവസരം കിട്ടി. എനിക്കും കുറച്ച് വൈരാഗ്യ ബുദ്ധി ഉണ്ടായിരുന്നു. എനിക്കൊരു PT ടീച്ചർ ഉണ്ടായിരുന്നു. അവർക്കൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അത് മാസാമാസം പബ്ലിഷ് ആകും. അതെന്റെ കയ്യിൽ കിട്ടി. അങ്ങനെ ഞാനത് വായിക്കാൻ ആരംഭിച്ചു. ആ ഇടയ്ക്കാണ് എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള എന്റെ ഒരു സഹോദരൻ മരിച്ചുപോയത്. അങ്ങനെ ആ രക്ഷാബന്ധൻ ദിവസം എന്റെ മനസ്സിലും പുതിയ ചിന്തകൾ ഉണർന്നു. ഞാൻ എല്ലാ ആൺകുട്ടികൾക്കും റാഖി കെട്ടിവിട്ടു. എന്റെ കയ്യിൽ 55 രൂപയുണ്ടായിരുന്നു. ആ പണവുമായി ഞാൻ വീട് വിട്ടു വെളിയിൽ വന്നു. നേരെ ഹരിദ്വാറിലേക്ക് പോയി. എന്റെ മനസ്സിലെ ഉത്തരം തേടിയാണ് ഞാൻ പോയത്. ആരാണ് സന്തോഷത്തോടെയുള്ളത്? പിന്നീടാണ് ഞാൻ എന്റെ ഗുരുദേവനെ കണ്ടുമുട്ടിയത്. അദ്ദേഹമാണ് പറഞ്ഞത്, സന്തോഷത്തിനു ശേഷം ദുഃഖം, ദുഃഖത്തിനു ശേഷം വീണ്ടും സന്തോഷമെന്ന്. അത് നീ അന്വേഷിക്കരുത്, നീ ദൈവത്തെ അന്വേഷിക്ക്. അപ്പൊ എനിക്ക് ഗുരുദേവനെ കിട്ടി, യുഗപുരുഷ പരമാനന്ദർ. ഏത് പെണ്ണിന്റെ മനസ്സാണോ ഇത്ര നിർമ്മലമായിരുന്നത്,
ഏത് പെണ്ണിന്റെ മനസ്സിലാണോ ഇത്ര സ്നേഹമുണ്ടായിരുന്നത്, ആ പെൺകുട്ടി എങ്ങനെയാണ് രാമന്റെ അമ്പലം കെട്ടുവാൻ വേണ്ടി ഒരു ഭദ്രകളയായിട്ട് മാറിയത്? രജത് സാർ, നിങ്ങൾ ചന്ദനമെടുത്ത് ഒരുപാടങ്ങ് ഉരസിയാൽ ചിലപ്പോൾ അതിൽ നിന്നും അഗ്നി പറന്നേക്കും. എന്റെ നാടിനെ അത്രത്തോളം അപമാനപ്പെടുത്തിയിരിക്കുന്നു, ആക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളെ അടിമകളെപ്പോലെ ജീവിക്കാൻ അവർ പ്രേരിപ്പിച്ചിരുന്നു. എന്റെ ഗുരുദേവനാണ് എന്റെ ഹൃദയത്തിൽ ദേശഭക്തി നിറച്ചു തന്നത്. ധർമ്മം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നു. രജത് സർ, അദ്ദേഹം ഞങ്ങൾക്ക് സത്യസന്ധത, അച്ചടക്കം, സംസ്കാരം എന്നിവയൊക്കെ പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, ഋതംബരെ, നീ കാവ്യവസ്ത്രധാരിയാണ്. ഈ വസ്ത്രം നീ ധരിക്കുന്നതുകൊണ്ട് നീയൊരു സന്യാസിനിയാണ്. ഈ നാടിനു വേണ്ടി നിന്റെ ശരീരവും മനസ്സും മാത്രമല്ല ജീവിതം തന്നെയും നീ അർപ്പിക്കണം. രജത് സർ, ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് ഉപദേശമല്ല വേദനകളാണ് കിട്ടിയത്. എന്റെ നാടിനെക്കുറിച്ചുള്ള വേദന ഒരു ഹിമാലയം പോലെ എന്റെ മനസ്സിൽ നിന്നു. അപ്പോഴാണ് ഈ ഹിമാലയത്തിൽ നിന്നും സമാധാനം എന്ന ഗംഗയൊഴുകണം. മാത്രമല്ല, എനിക്ക് വേണ്ടി വേറൊന്നും വേണ്ട. സുഖം ദുഃഖം ഒന്നും വേണ്ട. മരണത്തിന്റെ പടിവാതിൽക്കൽ വരെ ഞാൻ എത്തി. അതുകൊണ്ട് എനിക്ക് മരണഭയം പോലുമില്ല. മരണത്തെ നോക്കിയാണ് ഓരോരുത്തരും നീങ്ങുന്നത്. അത് മനസ്സിലാക്കി ഞാൻ നീങ്ങാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ഹിന്ദു സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവരെയും ഒന്നു ചേർത്തുകൊണ്ട് നമ്മുടെ ഭാരത സംസ്കാരത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പോഴും പല പ്രതിസന്ധികളുമുണ്ടായി. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ മുഴുവനായി ഇറങ്ങിത്തിരിച്ചത്. അമ്മയാണെങ്കിൽ പാരപക്ഷം നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കാം, അതുപോലെ ശത്രുക്കൾക്ക് ഭദ്രകാളിയുമാവാം. എനിക്ക് ഓർമ്മയുണ്ട്, ആ കാലത്ത് ഞാൻ റിപ്പോർട്ടറായിരുന്നു. താങ്കളുടെ സ്പീച്ചെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം 22 സ്ഥലങ്ങളിൽ നിങ്ങൾ സംസാരിച്ചിരുന്നു. അതെ രജത് സർ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും എന്താ ഇപ്പൊ പറയാ, ബോധവൽക്കരണം നടത്തണം. അയോധ്യയിലേക്ക് ഞാൻ എപ്പോഴാണോ പോയത് രജത് സർ, ഞാൻ എന്റെ ശരീരഭാഷ തന്നെ മാറ്റി. ഞാനിപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഞാൻ ഏത് വേഷത്തിലാ അയോധ്യയിലേക്ക് പോയതെന്ന് കാണിച്ചേനെ. കാരണം അയോധ്യയിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എല്ലാവരും ട്രെയിനിലിരിക്കുകയായിരുന്നു. എന്റെ ഗുരുദേവനും ഉണ്ടായിരുന്നു. ഞാനപ്പോ പ്രിന്റഡ് സ്യൂട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നു, അമ്പലമൊന്നും കെട്ടാൻ പോകുന്നില്ല, ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിയല്ലേ. പോലീസ് വന്ന് എന്നെ പിടിക്കാൻ പാടില്ല, അവർക്ക് എന്നിൽ സംശയം ഉളവാക്കാൻ പാടില്ല. അതിനുവേണ്ടി ഞാനും അമ്പലത്തെ എതിർത്ത് സംസാരിച്ചു. ഞാനും പറഞ്ഞു, ഇതൊക്കെ രാഷ്ട്രീയ കളിയാണ്, അമ്പലമൊന്നും കെട്ടാൻ പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പുറകീന്ന് ഒരാൾ എണീറ്റ് നിന്നു. എന്നിട്ട് എന്റെ മുന്നിൽ വന്നു. ട്രെയിനിൽ നടന്ന സംഭവമാണേ. നീയൊക്കെ ഒരു ഹിന്ദുവാണോ, നിനക്കെന്താ സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അല്ല, നിന്നെ ആരോ മയക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നീ നിന്റെ ജന്മഭൂമിയെയാണ് അപമാനിക്കുന്നത്. നിനക്ക് നമ്മുടെ നാടിന്റെ സംസ്കാരത്തെപ്പറ്റി അറിയണമെങ്കിൽ സാത്വി ഋതംബരയുടെ സ്പീച്ച് കേൾക്കെന്ന് പറഞ്ഞു. എന്നാലേ നിനക്ക് ബുദ്ധി വരൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സമയത്ത് എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായി കാണും. അതിനുശേഷം ഞാൻ ആ സ്റ്റേഷനിൽ നിന്നും സുരക്ഷിതമായി പുറത്തു വന്നു. പോലീസിന് എന്നെ മനസ്സിലായതേയില്ല. അവിടെ പോയ ശേഷം വേഷം മാറാമെന്നാ ഞാൻ വിചാരിച്ചത്. എന്റെ ബാഗിൽ അതിനുവേണ്ടി 2-3 ജോഡി ഡ്രസ്സ് കരുതിയിരുന്നു. പ്രിന്റഡ് സാരി ഉണ്ടായിരുന്നു, താന്ത്രികരുടെ കറുത്ത വസ്ത്രം ഉണ്ടായിരുന്നു, സൽവാർ സ്യൂട്ടും പിന്നെ പാന്റും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ വലിയ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ധരിച്ച് ഞാൻ പുറത്തു പോവായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഇവിടെ എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ വീട്ടിൽ പോലീസ് റെയ്ഡ് ചെയ്യാൻ ആരംഭിച്ചു. എനിക്കാണെങ്കിൽ നിറയെ മുടിയുണ്ടായിരുന്നു. ഞാൻ അത് കട്ട് ചെയ്തിട്ട് ഒരു മോഡേൺ പെണ്ണിനെ പോലെ മാറി. എന്നിട്ട് ഞാൻ അവിടുന്ന് പുറപ്പെട്ടു പോയി. പോലീസുകാര് വൈകുന്നേരം വരെ ഇവരുടെയൊക്കെ വീടുകളിൽ അന്വേഷിച്ചു. അതിനുള്ളൊരു സാക്ഷി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും എന്റെ ശരിക്കുള്ള വസ്ത്രം ധരിച്ചപ്പോ അവിടുന്ന് പുറത്തു കടന്ന ഉടനെ പോലീസ് എന്നെ വളഞ്ഞിട്ട് പറഞ്ഞു, നോക്ക് ഋതംബര, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവാ. രജത് സർ, ആ പോലീസിന്റെ ശരീരം കണ്ടാലേ ഭയങ്കര തടിയായിരുന്നു. ഞാൻ അകപ്പെട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ശ്രദ്ധയോടെ ഇരിക്കണമെന്നും കാൺപൂരിലാണെന്നും എനിക്കറിയാം. അവിടെ ഒരു പോസ്റ്റുകാരുണ്ടായിരുന്നു. അതിൽ പിടിച്ച് ഞാൻ എണീറ്റ് നിന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ജയ് ശ്രീരാം, ജയ് ശ്രീരാം. എന്നെ കണ്ട ഉടനെ ആ മാർക്കറ്റ് ഒന്നടങ്കം അടച്ചുപൂട്ടി. എല്ലാവരും കടയുടെ ഷട്ടർ അടച്ചു. എന്നിട്ട് ജയ് ശ്രീരാം, ജയ് ശ്രീരാം എന്ന് പറയാൻ ആരംഭിച്ചു. ഞാനപ്പോ ഓടാൻ ആരംഭിച്ചു. എന്റെ പിന്നാലെ ആ പോലീസുകാരനും വന്നു. ഞാനൊരു ഇടവഴിയിൽ കൂടി അങ്ങനെ റോഡിലേക്ക് വന്നു. 1.5 മണിക്കൂർ രജത് സർ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലച്ചു. അവസാനം വീണ്ടും എന്റെ അടുത്ത് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലേഡീസ് പോലീസിനെ വിളിക്കേ. ലേഡീസ് പോലീസ് വരാൻ എന്തായാലും സമയാകും. അങ്ങനെ ലേഡീസ് പോലീസും വന്നു. ഇതിൽ കേറെന്നും പറഞ്ഞൊരു പൊട്ടിപ്പൊളിഞ്ഞ വണ്ടി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പൊളിഞ്ഞ വണ്ടിയിലൊന്നും ഞാൻ കേറില്ല, എനിക്ക് അംബാസഡർ വേണമെന്ന്. അങ്ങനെ വെറുതെ വാഗ്വാദത്തിൽ ഏർപ്പെട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ അവരെ ഇട്ട് വലച്ചു ഞാൻ രജത് സർ. അവരെ ഞാൻ വെറുതെ വിട്ടില്ല, വെറുതെ ഒരു സന്തോഷത്തിന്. ശ്രീരാമന്റെ കളിയാണ്, അദ്ദേഹമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശ്രീരാമന്റെ ലീലകൾ തടുക്കാൻ ആരുണ്ട് ഈ ലോകത്ത്? ജീവനുള്ളിടത്തോളം കാലം ശ്രീരാമ മന്ത്രം മുഴങ്ങും. മരണശേഷം എനിക്ക് സ്വർഗം കിട്ടും.
എന്റെ തൊഴിലോ ശ്രീരാമ മന്ത്രം ജപിക്കുന്നത്. എന്റെ കടമയുടെ ഫലമാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം. പല കഷ്ടങ്ങൾ താങ്കൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രാമന്റെ അമ്പലം പണിയുന്നതിൽ താങ്കൾ കൂടുതൽ സന്തോഷവതിയാകുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു വട്ടം താങ്കൾ സ്റ്റേജിൽ നിന്നും ചാടി ഓടി. പോലീസ് നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതുണ്ടല്ലോ, നാഗ്പൂരിൽ നടന്ന സംഭവമാണ്. എന്റെ സ്പീച്ച് കഴിഞ്ഞു. അപ്പൊ എനിക്ക് ടൈഫോയിഡ് ആയിരുന്നു. 104 ഡിഗ്രി പനിയായിരുന്നു. എന്റെ സ്പീച്ച് കഴിഞ്ഞതോടുകൂടി എന്റെ പനിയും കുറഞ്ഞുപോയി. ആ സമയത്തൊരു വാളണ്ടിയർ എന്നോട് പറഞ്ഞു, ഋതംബരി, നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ടെന്ന്. ഞാൻ പെട്ടെന്ന് തന്നെ സ്റ്റേജിന്റെ പിന്നിൽ നിന്നും ചാടിയിറങ്ങി. എന്റെ കൂടെ ഗുരു സഹോദരികളും ഉണ്ടായിരുന്നു. അവര് സാക്ഷി ചേതന, അവര് ലക്ഷ്മണനാണെങ്കിൽ ഞാൻ രാമനായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു ആശ്രമത്തിൽ പോയി ഒളിച്ചിരുന്നു. അവിടെ ഈ വിറകുകളുടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെയുണ്ടായിരുന്ന ചാക്കളുടെ ഇടയിൽ പോയിരുന്നു. മാത്രമല്ല, അന്ന് തണുപ്പുകാലായിരുന്നു രജത് സർ. ഞാനും സാക്ഷി സഹോദരിയും അവിടെ ഒളിച്ചിരുന്നു. പിന്നെ അവിടുന്ന് രാവിലെ 3:30 മണിക്കാണ് പുറത്തു കടന്നത്. നേരെ നാഗ്പൂർ സ്റ്റേഷനിലേക്ക് പോകാതെ അതിന്റെ അടുത്തുള്ള ഒരു ലോക്കൽ സ്റ്റേഷനിൽ പോയി. അവിടുന്നാണ് ഞങ്ങൾ ട്രെയിൻ പിടിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു എക്സ്പ്രസ് ട്രെയിൻ പിടിച്ച് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി. അപ്പൊ ഞാൻ വേഷമൊക്കെ മാറിയിരുന്നു. രജത് സർ, ഇങ്ങനെയൊരു നീണ്ട യാത്രയിൽ എങ്ങനെ വാഷ്റൂം പോവാതിരിക്കും? അതിനുവേണ്ടി കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു ശബ്ദം കേട്ടു, സാത്വി മേഡം. അയ്യോ, എന്നെ മനസ്സിലായോന്ന് ഞാൻ പേടിച്ചുപോയി. ഞാൻ വീണ്ടും ആ ലേഡീസ് കൂപ്പയിലേക്ക് തന്നെ ഓടിക്കേറി. എന്നാൽ ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാതിൽ തട്ടിക്കൊണ്ടേയിരുന്നു. നമ്മൾ ആരോ മനസ്സിലാക്കി കഴിഞ്ഞെന്ന് ഞാൻ സാക്ഷിയോട് പറഞ്ഞു. സാക്ഷി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പതുക്കെ വാതിൽ തുറന്നു. എടാ കുടിയാ, നീ എന്തിനാ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്ന? നിനക്ക് നാണോ ഇല്ലേ? ഒച്ച വെച്ചിട്ട് വാതിൽ പെട്ടെന്നടച്ചു. രജത് സർ, എന്നെ തിരിച്ചറിഞ്ഞ ആ മനുഷ്യനുണ്ടല്ലോ, എവിടെ വെച്ചാ എന്നെ മീറ്റ് ചെയ്തതെന്നറിയോ? ഡിസംബർ 6-ാം തീയതി ഒരു സ്റ്റേജിൽ വെച്ച് കണ്ടു. അദ്ദേഹം ആരാന്നറിയോ? അദ്ദേഹം ബഹുമാനപ്പെട്ട രാജേഷ് സിന്ധ്യയുടെ ഏതോ ഒരു സെക്രട്ടറിയാണെന്നാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാത്വി മേഡം, നിങ്ങളന്ന് വേഷം മാറി സഞ്ചരിച്ചപ്പോ നിങ്ങളെ കണ്ടിരുന്നു ഞാൻ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ റൂമിന്റെ വാതിൽ വന്ന് തട്ടിയത്. ഞാൻ പറഞ്ഞപ്പോ അതൊന്നും കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾ എന്തിനാ സാത്വി മേഡം ഒച്ച വെച്ചത്? അപ്പൊ പറഞ്ഞു ഞാൻ തെറ്റ് ചെയ്തെന്ന്. പിന്നെ പറഞ്ഞു, സഹോദരി സാത്വി മേഡം. അത് കേട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവര് ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന്, എന്നെ ഒരു കുടിയനാക്കി കളഞ്ഞെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സമയത്ത് അങ്ങനെ തോന്നിയതെന്ന്. അന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഓടുകയായിരുന്നു. മാത്രമല്ല രജത് സർ, ഇതുപോലുള്ള പല സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഞാനുണ്ടല്ലോ, ഒരു മുള്ളിനെ പോലും പൂവിനെ പോലെയാണ് കരുതിയിരുന്നത് രജത് സർ. ഞങ്ങളുടെ ഗുരുദേവൻ ഇതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത്, അനീതി ജ്വാലയെപ്പോലെ നാട്ടിൽ എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ നീ പ്രഹ്ലാദനായി മാറണം. രജത് സർ, ഒരു കാര്യം പറയട്ടെ, എപ്പോഴെങ്കിലും വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെയുള്ളവരെന്നെ ഒരു കള്ളനെ നോക്കുന്ന പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ ചില സമയങ്ങളിൽ 9-10 മണിക്കൂറുകൾ വരെ എയർപോർട്ടിലിരുന്ന് ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ അനീതി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നീ പ്രഹ്ലാദനായി ജനിക്കണം. പറഞ്ഞു പരത്തുന്ന നുണകൾക്ക് എത്ര നാൾ ആയുസ്സുണ്ടാകും? സത്യമേ, ഈ നാട്ടിൽ നീ നിലയ്ക്കണം. സത്യത്തെ നിലനിർത്താനായി ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അനീതി ഇപ്രകാരം നശിച്ചുകൊണ്ടുവരികയാണ്. അപമാനം അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും നോക്കാതെ ഞങ്ങൾ പോരാടും. അനീതി നശിപ്പിച്ച് ന്യായം നിലനിർത്തും. രാത്രിയെ പകലെന്നു പറയുന്നവർ ഈ ഭൂമിയിലുണ്ട്. നല്ലവർക്കവർ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീയാണെങ്കിൽ പരമാനന്ദന്റെ അവതാരമാണ്. അനീതിയെ എതിർത്ത് നീ ന്യായത്തെ നിലനിർത്തിക്കൊണ്ടുവരും. അങ്ങനെ നീ രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞു. അങ്ങനെ ഇതിനോടകം ഞാൻ ഒരുപാട് വിഷങ്ങൾ കുടിച്ചു കഴിഞ്ഞു. എന്നിട്ടും എനിക്കൊന്നും സംഭവിച്ചില്ല. കാരണം ഗുരുദേവന്റെ അനുഗ്രഹം എനിക്കുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ബേൽ നഗരത്തിൽ വെച്ച് എന്റെ വണ്ടി തടഞ്ഞിരുന്നു. ആ വണ്ടി എടുത്തുകൊണ്ടുപോയി അപകടം നിറഞ്ഞൊരു സ്ഥലത്ത് നിർത്തി. പോലീസുകാർ സ്വയരക്ഷയ്ക്കു വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളഞ്ഞു. ആ വണ്ടി ചുറ്റിവളഞ്ഞ് ഒരുപാട് പേർ ആക്രമിച്ചു. എന്റെ ഈ ഭാഗത്തെ എല്ലുകളെല്ലാം ഒടിഞ്ഞിരുന്നു. ഈ കോളർ ബോണും ഒടിഞ്ഞിരുന്നു. എന്റെ ഗുരുസഹോദരന്മാർ അപ്പൊ കൂടെ ഉണ്ടായിരുന്നു. എന്നെ പിടിച്ച് കാർ സീറ്റിന്റെ അടിയിലേക്ക് കുനിച്ചിരുത്തി. അങ്ങനെയാ ഞാൻ രക്ഷപ്പെട്ടത്. കാറിന്റെ കണ്ണാടിയൊക്കെ അവർ തകർത്തെറിഞ്ഞു. കുപ്പിച്ചില്ലെന്റെ കണ്ണിൽ കുത്തിക്കേറി. അന്നത്തെ രാത്രി ഭീകരമായിരുന്നു. എന്താ പറയാ, ആ ഡ്രൈവർ അത്രയ്ക്ക് ബുദ്ധിശാലിയായിരുന്നു. കാറിന്റെ മുന്നിൽ കൊണ്ടുപോയി കല്ല് വെച്ചുകൊണ്ട് അത് തടഞ്ഞു നിർത്താൻ അവർ ശ്രമിച്ചു. ആ രാത്രി ഭീകരമായിരുന്നു രജത് സർ. ചുറ്റും കാട്. ഞങ്ങൾ എവിടേക്കാന്ന് വെച്ചാ രക്ഷപ്പെടുക?
ആ പ്രദേശം മുഴുവൻ ആപത്ത് നിറഞ്ഞതായിരുന്നു. എല്ലാ ദിക്കിലും ആളുകൾ കൂട്ടത്തോടെ നിന്നിരുന്നു. എനിക്ക് ഫസ്റ്റ് എയ്ഡ് പോലും കിട്ടിയില്ല. രക്തം വാർന്നൊഴുകി. യാതൊരു സൗകര്യവുമില്ല. ഒരേ ഒരു കാര്യമാണ് എന്റെ കൈവശമുണ്ടായിരുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നറിയോ? ശ്രീരാമന്റെ അനുഗ്രഹം. അദ്ദേഹം തുണച്ചാൽ മതി. അദ്ദേഹം എന്റെ മനസ്സിലുള്ളിടത്തോളം കാലം എന്നെ ആർക്ക് എന്തു ചെയ്യാൻ പറ്റും? എന്നാൽ രജത് സർ, ആ മുറിവുകൾ എന്നെ യാതൊരു വിധത്തിലും ബാധിച്ചില്ല. ഞാൻ ബൃന്ദാവനത്തിലേക്ക് വന്നു. ഒരു സത്യസന്ധനായ മനുഷ്യൻ വന്നു പറഞ്ഞു, റിതംബര, നീ സംസാരിക്കുന്നത് നിർത്ത്. ഒപ്പം നിന്നെ ആരാണോ ആക്രമിച്ചത്, നിന്നെ മുറിവേൽപ്പിച്ചത് ആരാണോ, അവൻ ഒരു ദൈവദൂതനാണ്. നീ സംസാരിക്കുന്നത് നിർത്ത്. ഈ ഒരൊറ്റ കാര്യമാണ് എന്നെ വിഷമിപ്പിച്ചത്. നിങ്ങൾ നമ്മുടെ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ, നമ്മുടെ പാരമ്പര്യം നിലനിർത്താൻ, നമ്മുടെ നാടിനു വേണ്ടി നിങ്ങൾ സത്യം പറഞ്ഞാൽ, പറയുന്നതൊരു ഭാഗത്തിരിക്കട്ടെ, നിങ്ങൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ശരീരത്തുണ്ടാവുന്ന മുറിവുകളൊന്നും അത്ര വലുതല്ല. ഇതുപോലുള്ള അല്പവിചാരത്തോടെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് മനസ്സ് വിഷമിക്കുന്നത്. ശരീരം ഒരു ദിവസം നശിക്കും. എന്റെ ഗുരുദേവൻ പറയാറുണ്ട്, റിതംബര, ഈ മായകളൊക്കെ ഒരു നാൾ നശിക്കും. എന്നാൽ രാമന്റെ സത്യം നിരന്തരമായതാണ്. അത് നിലനിർത്താനാണ് നീ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് രജത് സർ. രാമന്റെ അമ്പലത്തെപ്പറ്റിയുള്ള പ്രശ്നങ്ങൾ അമ്പലം നിർമ്മിച്ചതോടെ അവസാനിച്ചിട്ടില്ല. അവർ നമ്മുടെ സിദ്ധാന്തങ്ങളെപ്പോലും ആക്രമിച്ചിരുന്നു. നമ്മുടെ സംസ്കാരത്തെ മുറിവേൽപ്പിച്ചിരുന്നു. നമ്മുടെ പരമ്പരയിലെ 3 ജനറേഷനെ നിങ്ങൾ നോക്കിക്കേ. മൂന്ന് ജനറേഷനും പരാജിതരായിരുന്നു. എന്തൊരു വിധിയാണല്ലേ സർ? എന്നിട്ടും അവര് സന്തോഷവാന്മാരായിരുന്നു. അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ആത്മാഭിമാനമാണ് അവർ നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ നമ്മൾ വെറുതെ ഇരുന്നില്ല. നമ്മുടെ ആത്മാഭിമാനം അന്നു മുതൽക്കു തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. അവരൊക്കെ സ്വാർത്ഥരായിരുന്നു. അവർ നമുക്ക് തരുന്ന വേദനകൾ കാലാകാലമായി നമ്മൾ അനുഭവിച്ചു വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനിച്ചത്. വീരന്മാരുടെ പാട്ട് നമ്മൾ പാടിയേ തീരൂ. അവരുടെ പുകഴ് പരത്തിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസം എന്നത് 24 മണിക്കൂറിൽ കൂടുതലുണ്ടെങ്കിൽ അതും എനിക്ക് ഉപയോഗപ്രദമായേനെ. എന്റെ മനസ്സിൽ അത്രത്തോളമായിരുന്നു വിചാരങ്ങൾ. ഈ ഭാരതം ഒന്നടങ്കം നമുക്ക് കൊണ്ടുവരണം. രജത് സർ, നിങ്ങൾക്ക് തന്നെ അറിയാലോ, ശ്രീരാമന്റെ അനുഗ്രഹമില്ലാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീരാമന്റെ അനുഗ്രഹമില്ലാതെ ഭാരത പാരമ്പര്യവുമില്ല. ജീവിതത്തിൽ ഇത്രയും പോരാട്ടങ്ങളുണ്ടായിരുന്നു, ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് താങ്കൾ ഭയന്നതില്ലേ? ശരീരം നടുങ്ങിയിട്ടില്ലേ? ഓ, ഇവിടെ വന്ന് കുടുങ്ങിയല്ലോ, ഇതെല്ലാം വിട്ടേക്കാമെന്ന്. ഇല്ല രജത് സർ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നദിയെ മല തടുക്കാൻ ശ്രമിച്ചാലും ആ നദി ഒഴുക്ക് നിർത്തില്ല. ഇനിയും വേഗതയോടെ അത് ഒഴുകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എങ്ങനെയൊക്കെ തടസ്സങ്ങൾ വന്നാലും ഒരു അഗ്നിപർവ്വതത്തെപ്പോലെ അതെല്ലാം നശിപ്പിച്ച് ഞാൻ മുന്നേറിക്കൊണ്ടിരുന്നു. അഗ്നിപർവ്വതമായി നിന്നു. എല്ലാ കാര്യങ്ങളും വാശിയോടെ നേരിട്ടു രജത് സർ. ഒരുപാട് കഥകളുണ്ട്. ചിലതൊന്നും പറയാൻ പോലും പറ്റില്ല. ഉദാഹരണമായി, UP-യിൽ എനിക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നു. എന്നിട്ടും ജനങ്ങൾ എന്നെ കാത്തിരുന്നു റിതംബര വരുമെന്ന് പറഞ്ഞ്. ഞാനും പോയേ തീരുമെന്ന തീരുമാനത്തിലായിരുന്നു. എന്തു തന്നെയാണെങ്കിലും ശരി, സ്റ്റേജിൽ കേറിയേ തീരൂ. അല്പം മുമ്പ് പേടിയെപ്പറ്റി ചോദിച്ചില്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ജീവനിൽ കൊതിയില്ലാത്ത ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? സൗഹൃദം എന്ന ബന്ധം ഈ ലോകത്തിലുണ്ടായാൽ അവരോടുള്ള തർക്കം ഉണ്ടായേ തീരൂ. മരണമെന്നത് ആടകൾ അഴിച്ചുവെച്ച് വിശ്രമിക്കാനുള്ള സമയമാണ്. എന്നാൽ ജീവിതമോ വിശാലമായതാണ്. അത് വെറുമൊരു ഉത്സവമല്ല. ജീവിതം എന്നതൊരു വലിയ കലയാണ്, വ്യാജമായൊരു കാര്യമല്ല. മരണത്തെ കണ്ട് പേടിക്കുന്നവന് ഈ ലോകത്തിൽ വാഴാൻ അധികാരമില്ല. താങ്കൾ ഇന്ന് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു. അതായത് ജനങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യവും ആദ്യമായി ഒന്ന് വ്യക്തമാക്കണം. ഒരു വീഡിയോ വൈറലായിട്ട് പോവുകയാണ്. ആ വീഡിയോയിൽ താങ്കൾ പറയുന്നത് എല്ലാം ഇടിഞ്ഞു വീഴും. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ? അത് നേരത്തെ പ്ലാൻ ചെയ്ത ഒന്നാണോ? ഇല്ല, ഒരു പ്ലാനും ഇട്ടിട്ടില്ല. ചിന്തകൾ നേരുള്ളതാണെങ്കിൽ ഫലവും നല്ലതായിരിക്കും. ഇതുണ്ടല്ലോ നിത്യസത്യമായ ഒരു കാര്യമാണ് രജത് സർ. ഉദാഹരണത്തിന്, ഒരാളുടെ അച്ഛനെ നിങ്ങൾ കൊല ചെയ്തിട്ട് ആ ശവശരീരം കെട്ടിവലിച്ചു കൊണ്ടുപോയി ചെരുപ്പ് കൊണ്ടടിച്ചാൽ അത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാവില്ലേ? അതിനെ സംബന്ധിച്ച് വിചാരണ എന്ന പേരിൽ അന്നത്തെ UP ഗവൺമെന്റ് എന്റെ ഒന്നുമറിയാത്ത സേവകന്മാരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. സരയൂ നദി തന്നെ ഞങ്ങളുടെ രക്തത്തിലോടിയിരുന്നു. 2 സഹോദരന്മാർ, അതുപോലെ എത്ര പാവപ്പെട്ട ജനങ്ങൾ ജീവനോടെ അവരെ മുഴുവനായും പച്ചയ്ക്ക് കൊളുത്തിക്കളഞ്ഞില്ലേ? സന്യാസികൾ നെഞ്ചിൽ വെടിയേറ്റു മരിച്ചില്ലേ?
എല്ലാവരെയും കൊന്ന ശേഷം അവരുടെ ചാരം കൊണ്ട് ഒരു മലയുണ്ടാക്കാനല്ലേ ശ്രമിച്ചത്? അങ്ങനെ ചെയ്താൽ നമ്മുടെ നാട്ടിന് എന്ത് വിലയാ ഉണ്ടാവുക? എന്തിനാ ചെയ്തത്? ചില ആളുകളെ സന്തോഷപ്പെടുത്താൻ വേണ്ടി. എന്നാലും ഞങ്ങൾ ദൃഢനിശ്ചയത്തോടിരുന്നു. ശ്രീരാമൻ നമ്മളെ നേർവഴിക്ക് നയിക്കും. അദ്ദേഹത്തിൽ ഞങ്ങൾ മുഴുവനായും വിശ്വസിച്ചു. കുറ്റവാളിയെന്ന് കരുതിയവരെ ശ്രീരാമൻ തീർച്ചയായും വിടുവിക്കുമെന്നറിയാം. മാത്രമല്ല, നിങ്ങൾക്കും അറിയാമല്ലോ രജത് സർ, എത്ര തന്നെ അന്യായങ്ങളും അക്രമങ്ങളും കാണിച്ചാലും നിങ്ങൾ ചെയ്യുന്നത് പുണ്യകാര്യങ്ങളല്ല, വെറും ദുഷ്പ്രവൃത്തികളാണ്. ഇത്രയും പാപങ്ങൾ ചെയ്ത നിങ്ങളെല്ലാവരും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നുണ കൊണ്ടുള്ള മതിൽ നിലനിൽക്കുകയില്ല. സത്യം മാത്രമേ എന്നും നിലനിൽക്കൂ. കണ്ടില്ലേ മനോഹരമായ അമ്പലം കെട്ടിയത്? 22-ാം തീയതി പ്രതിഷ്ഠയും നടന്നു കഴിഞ്ഞില്ലേ? ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സ്വാതി റിദംബയോട് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം. ബദ്രുദ്ദീൻ അജ്മൽ ആസാമിലെ വലിയ ലീഡറാണ്. അദ്ദേഹം മുസ്ലിംസിനോട് പറഞ്ഞിരിക്കുന്നു, ഈ 2-3 ദിവസം അയോധ്യയിൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആരും ട്രെയിനിൽ പോകാൻ പാടില്ല. നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കും. കാരണം മുസ്ലിംസിനെതിരായിട്ടാണ് BJP പ്രവർത്തിക്കുന്നതെന്ന്. ഒരാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ആരെ ഈ നാടിനെ സ്നേഹിക്കുന്നില്ലയോ അങ്ങനെയുള്ളവന് ഈ നാട്ടിൽ ജീവിക്കാൻ എന്തധികാരമാണുള്ളത്? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് വന്നിരിക്കുന്ന അതിഥി ആരാണെന്ന് വെച്ചാൽ സ്വാതി റിദംബരെയാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് ചോദിക്കാം. ആപ്കി അദാലത്തിൽ സ്വാതി റിദംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ രാമക്ഷേത്രം എന്ന പേരിൽ മുസ്ലിങ്ങൾ പേടിയുള്ളവരായി മാറുന്നു. റിദംബര മാഡം, ബദ്രുദ്ദീൻ അജ്മൽ ആസാമിലെ വലിയൊരു ലീഡറാണ്. മുസ്ലിംസ് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം മുസ്ലിംസിനോട് പറഞ്ഞിരിക്കുന്നത് 2-3 ദിവസം അയോധ്യയിൽ ഫംഗ്ഷൻ കഴിയുന്നത് വരെ ട്രെയിനിൽ യാത്ര ചെയ്യരുത്, വീട്ടിൽ നിന്നും പുറത്തേക്കും വരാൻ പാടില്ല, ജീവൻ ആപത്ത് സംഭവിക്കാൻ. കാരണം BJP മുസ്ലിംസിന് എതിരായ ഒരു പാർട്ടിയാണെന്ന്. രജത് സർ, ഈ ഫംഗ്ഷൻ UP-യിൽ നടക്കുമ്പോ ആ പ്രദേശത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് മസ്ജിദുകൾ ഉണ്ടായിരുന്നു. അതിനൊന്നും ഒരു കുഴപ്പം പറ്റിയില്ലല്ലോ. ഇതാണ് ഭാരതീയ പാരമ്പര്യം. അതിനെല്ലാവരും മര്യാദ കൊടുക്കുന്നു. എല്ലാവരും ധൈര്യവാന്മാരാണ്. ഇതുപോലെയൊക്കെ പറഞ്ഞ് വിഭജനം ഏർപ്പെടുത്തുന്നത് അത്ര നല്ലതല്ല. പിന്നെ ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും പറ്റി പറയുകയാണെങ്കിൽ രജത് സർ, ഞാൻ ആദ്യം മുതലേ പറയുമല്ലേ, ഒരാൾ ഹിന്ദുവാണോ മുസ്ലിമാണോ ആരെ ഈ നാടിനെ സ്നേഹിക്കുന്നില്ലയോ അങ്ങനെയുള്ളവന് ഈ നാട്ടിൽ ജീവിക്കാൻ എന്തധികാരമാണുള്ളത്? ഇത് താങ്കളുടെ ഒരു അഭിപ്രായമാണ്. പക്ഷെ രാജ്യത്ത് ഓവൈസിയെ പോലുള്ള ആൾക്കാരും ഉണ്ടല്ലോ. ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അവിടെ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ മറക്കില്ലെന്നും അത് സ്വന്തം ഇടമാണെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാലോ രജത് സർ, വിഭജനം ഏർപ്പെടുത്തുന്നതിൽ അദ്ദേഹം സമർത്ഥനല്ലേ? എന്നാൽ ഞങ്ങൾ എപ്പോഴും ഒരുമയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് ഞങ്ങളല്ല, അദ്ദേഹം ചെയ്ത പാപങ്ങളാണ്. പറയുകയാണെങ്കിൽ ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സ് അദ്ദേഹത്തിന്റേതുപോലെയല്ല. നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തുകയില്ല. മാത്രമല്ല, ആരുടെയും ഭീഷണിക്ക് ഞങ്ങൾ വഴങ്ങുകയുമില്ല. ഇതാണ് ഞങ്ങളുടെ സ്വഭാവം. താങ്കൾ എന്താണ് ഈ പറയുന്നത്? രാമന്റെ അമ്പലം നിർമ്മിക്കുകയും അവിടെ രാമന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഉത്സാഹം മുസ്ലിം സഹോദരീ സഹോദരന്മാർക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായി മാറില്ലേ? ആരും പേടിക്കേണ്ട കാര്യമില്ല. എന്നോട് ചോദിക്കുകയാണെങ്കിൽ അവരും ഈ ഉത്സവത്തിൽ പങ്കെടുക്കണം. ഭാരതത്തിൽ ജനിച്ച എല്ലാവരും ഭാരതീയരല്ലേ? രജത് സർ, ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, അമർ അക്ബർ ആന്റണി എന്ന്? അവരുടെ അച്ഛന്റെ പേരെന്താ? കൃഷ്ണചന്ദ് എന്നല്ലേ? ഇത് നോക്ക്, നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ പൂർവികരെ നിങ്ങൾക്കറിയാം. നമ്മൾ ചെയ്യുന്ന പൂജകൾ വ്യത്യസ്തമായിരിക്കാം, എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒന്നു മാത്രമാണ്. ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചില നേതാക്കളെ നിങ്ങൾ മറന്നേക്ക്. എല്ലാവരും രഘുനന്ദന്റെ അയോധ്യയിലേക്ക് വന്നു. അതോർക്കുമ്പോ നമുക്ക് കിട്ടുന്നത് സന്തോഷമല്ലേ? OVC സാറിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് ഞാനിപ്പോ എടുത്തു പറയാം. അദ്ദേഹം മുസ്ലിം യുവാക്കളോട് പറയാണ് എല്ലാരും അലർട്ടായിരിക്കണമെന്ന്. നമ്മുടെ മസ്ജിദ് നമ്മൾ വേണം സംരക്ഷിക്കേണ്ടതെന്ന്. കാരണം രാമന്റെ അമ്പലം കെട്ടിക്കഴിഞ്ഞു, ഇനി അടുത്തതായി ഗ്യാൻ വ്യാപി ചോദിക്കുമെന്ന്. അതല്ലേ ഞങ്ങൾ ആദ്യം മുതലേ ചോദിക്കുന്നത് രജത് സർ. അവിടെ മനുഷ്യനല്ല സാക്ഷി പറയാൻ പോകുന്നത്, അവിടെയുള്ള കല്ലാണ് സാക്ഷി പറയുന്നത്. അവിടെയുള്ള കഥകൾ ആ കല്ല് പറയും. നമ്മുടെ സമൂഹം ഈ സത്യം സ്വീകരിച്ചാൽ അവരു തന്നെ അഭിമാനത്തോടെ ഹിന്ദു സമാജം തിരിച്ചു തരട്ടെ. പിന്നെ ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും സംസാരിക്കില്ല. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ അവർ ചെയ്തില്ലല്ലോ. സത്യം മറച്ചു വെക്കാനാണ് അവർ ശ്രമിച്ചത്. ഹിന്ദു സമാജത്തിന്റെ ധൈര്യം നിങ്ങൾ നോക്കൂ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ രജത് സർ. നമ്മുടെ കൃഷ്ണൻ, ജന്മഭൂമി, പിന്നെ നമ്മുടെ ബാബ വിശ്വനാഥ്,
ഈ 3 സ്ഥലല്ലേ നമ്മൾ ചോദിച്ചത്? അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാൽ അതിനു വേണ്ടിയും പോരാട്ടം വേണ്ടി വന്നില്ലേ? കോർട്ടിൽ എല്ലാ വാദപ്രതിവാദങ്ങളും നടന്നു. അവിടെ നിന്നാണ് തീരുമാനവും വന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ അമ്പലം പണിതത്. എപ്പോഴാണോ ഞങ്ങൾക്ക് അനുവാദം കിട്ടിയത് അതിനുശേഷമാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. അതിനാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. എത്ര വലിയ സമൂഹമാണ് നിങ്ങളെ എതിർക്കുന്നത്. അവരുടെ ധൈര്യത്തെ നിങ്ങൾ ബഹുമാനിക്കണം. എന്നാലെങ്കിലും ആലോചിക്കൂ. നിങ്ങൾ എന്നെ നോക്കൂ രജത് സർ. ആ സ്ഥലം ഒഴികെ വേറെ ഒന്നും ഞങ്ങൾ കൈവച്ചില്ല. രാമൻ ജനിച്ച സ്ഥലത്ത് രാമനെ പ്രതിഷ്ഠിച്ചു. അവിടെയാണ് ഞങ്ങൾ പൂജ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്ഥലം സന്ദർശിച്ച് തൊഴുതു വലം വെച്ചു വരുന്നു. ആരും അവിടെ വെച്ച് അനീതി പ്രവർത്തിക്കുന്നില്ല. രജത് സർ, ലോകം മുഴുവൻ അറിയാം. ഹിന്ദുവിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. അവൻ മൗനമായി ശാന്തമായി ഇരിക്കുന്നതുകൊണ്ട് അവൻ ഭീരുവാണെന്ന് കരുതരുത്. അത് തെറ്റാണ്, ഒരിക്കലും ശരിയല്ല. ഞങ്ങൾ ഋഷിവര്യന്മാരെ സുഹൃത്തുക്കളായി കരുതിയിട്ടുണ്ട്, ബഹുമാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കാൻ, എല്ലാവരെയും ഒരുമിച്ചു ചേർക്കാൻ ഞങ്ങളാണ് പഠിപ്പിച്ചത്. കനിവ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഗുണമാണ്. ഈ സ്വഭാവത്തെയാണ് ഇവർ ഭീരുത്വം എന്ന് വിളിച്ചത്. അതാണ് വലിയ തെറ്റ്. ഇന്ന് ഹിന്ദു ഉയിർത്തെഴുന്നേറ്റു, നിവർന്നു നിന്ന് അധികാരം ചോദിച്ചു വാങ്ങുന്നു, തന്റെ കടമകൾ മറക്കാതെ ചെയ്യുന്നു. ഞങ്ങൾ ഭാരതത്തിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ഈ സമാധാനം എപ്പോഴാ കിട്ടുക? നിങ്ങൾ ഞങ്ങളുടെ അധികാരങ്ങളെ ഒരിക്കലും അവഹേളിക്കാൻ പാടില്ല. ഞങ്ങൾ വലുതായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. രജത് സാർ, മറ്റുള്ളവർ സന്തോഷമായിരിക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ മാതാവ് ഭാരതത്തിന്റെ കൈകൾ വെട്ടിയത് ഞങ്ങൾ കണ്ടു. ഈ വിഭജനമുണ്ടല്ലോ, അതെന്തിനു വേണ്ടിയാണ്? ഇത് ആരുടെ പിടിവാശിയാണ്? ആ വിഭജനത്തിലും ഞങ്ങൾ സമാധാനം ആഗ്രഹിച്ചു. കാരണം സമാധാനം നിലനിൽക്കണം. എന്നാൽ ക്ഷമയ്ക്കും ഒരു അതിരുണ്ട്. ആ അതിരാണ് ഇപ്പോ അതിർത്തി ഭേദിച്ചിരിക്കുന്നത്. പറയുന്നത് ഹിന്ദു ഉണർന്നെന്നാണോ? മധുരയുടെ പേരിലും കാശിയുടെ പേരിലും പോരാട്ടങ്ങൾ നടക്കുമെന്നാണോ? ഇല്ല ഇല്ല, അതിന്റെയൊന്നും ആവശ്യമില്ല. അയോധ്യയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം നടത്തിയത്. രജത് സർ, സാക്ഷി ഭൂമിക്കടിയിൽ മറയ്ക്കപ്പെട്ടിരുന്നു. എന്നാൽ കാശി വിശ്വനാഥിലുള്ള നന്ദി മുകളിലേക്ക് തല ഉയർത്തി നിൽക്കുന്നു. നിങ്ങൾ എത്ര കോറിഡോർ കെട്ടിയാലും ഭോലെ ബാബ അവിടെയല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സാക്ഷിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഗുരുജി പറഞ്ഞത് ശരിയാണ്, ഋതംബര ഇപ്പോൾ നിശബ്ദയാണെന്ന്. ആഹാ, അത് നിങ്ങളും കേട്ടിരുന്നോ? എപ്പോഴാ നിങ്ങൾ കേട്ടത്? അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിരുന്നു. അതുണ്ടല്ലോ, ഞങ്ങളുടെ ലക്ഷ്യം നിറവേറിക്കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ സമരം ചെയ്യേണ്ട കാര്യമില്ല. ആരെങ്കിലും വന്ന് വെല്ലുവിളി നടത്തിയാൽ ഞങ്ങൾ പേടിച്ചിരിക്കില്ലെന്ന് കാണിക്കും. ഞങ്ങൾ ഞങ്ങളുടെ അധികാരത്തിനു വേണ്ടിയാണ് പോരാടിയിരുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ജനങ്ങൾ ഗോപുരം കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു 500 വർഷക്കാലമായി ഋഷിവര്യന്മാർ തപസ്സിരുന്നിട്ടുണ്ടെന്ന്. അവരുടെ തപസ്സു തന്നെ ഒരു ഗോപുരത്തിന് തുല്യമല്ലേ? ഒപ്പം അവരുടെ ആ ധൈര്യമുണ്ടല്ലോ, അതാണ് കലശം. അതിന്റെ ഗർഭഗ്രഹമാണ് അവരുടെ അധ്വാനം കാണിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഗുരുദേവൻ പറഞ്ഞു, നിന്റെ കടമ നീ കൃത്യമായി നിർവഹിക്കെന്ന്. അതാണ് ഞാൻ ചെയ്തു വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? കുറച്ചു മുന്നെയാണ് നിങ്ങൾ പറഞ്ഞത് ഓരോ ഹിന്ദുവും 4 കുട്ടികളെ വീതം പ്രസവിക്കണമെന്ന്. ഇങ്ങനെ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെ, പറഞ്ഞത് ശരിയാണ്. ഏതുവരേക്കുമെന്നാൽ സമൂഹത്തിൽ ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ജനസംഖ്യ കുറഞ്ഞു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മാത്രമല്ല, ഇന്ത്യക്കാർ 35 വയസ്സിനു മുമ്പ് കല്യാണം കഴിക്കാറില്ല. അങ്ങനെ പോയാൽ ഏതു പ്രായത്തിലാ ഇവർക്ക് കുട്ടികളുണ്ടാവുക? അങ്ങനെ വന്നാൽ നമ്മുടെ പാരമ്പര്യം ആരാണ് കാത്തു സൂക്ഷിക്കുക? ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ പകുതിയെ നിങ്ങൾ പറഞ്ഞുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞത് പോപ്പുലേഷന് വേണ്ടി ഒരു നിയമം കൊണ്ടുവരൂ. അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഹിന്ദുക്കളും അങ്ങനെ 4 മക്കളെ പ്രസവിക്കും. ഇതാ നോക്കൂ, താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യം വേറൊരു രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. മുസ്ലിങ്ങൾ കൂടുതൽ കുട്ടികളെ പ്രസവിക്കുകയാണെങ്കിൽ ഹിന്ദുക്കളും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണോ? തീർച്ചയായും. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ അധികരിച്ചാൽ എന്താവുക? കാശ്മീരിൽ ഹിന്ദുക്കളെ അപമാനപ്പെടുത്തി തുരത്തിക്കളഞ്ഞില്ലേ? സ്വന്തം വീടും എന്തിന് വ്യാപാരം പോലും ഉപേക്ഷിച്ചവർ ഓടി വന്നില്ലേ? ഇന്ന് ഇന്ത്യയിൽ പല സ്ഥലത്തായി അവർ ജീവിച്ചിരിപ്പുണ്ട്. എവിടെയൊക്കെയോ ഇഷ്ടപ്പെടാത്ത ജീവിതം നയിക്കുന്നു. എവിടെയാണോ അവർ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത് അവിടെയും ശത്രുക്കൾ ചെന്ന് ആക്രമിച്ചില്ലേ? അതിനൊക്കെ പോപ്പുലേഷനല്ലേ കാരണം. അതുകൊണ്ട് ഈ സത്യം ഒരിക്കലും മറക്കപ്പെടരുത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പാരമ്പര്യം വളരണമെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാം. ഒരു മറുപടി തരൂ രജത് സർ. അല്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് മുഴുവനും ഒരേ നിയമം എന്തിനാ ഉള്ളത്? പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേ. അല്ലെങ്കിൽ ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നടക്കണം. അപ്പോൾ താങ്കൾ എന്താണ് കരുതുന്നത്? മോഡി മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ അമ്പലം അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. ഇനി അടുത്ത നമ്പർ? തീർച്ചയായും ഞാനും ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നതും ഇതാണ് നമ്മുടെ നാട്ടിൽ.
അമ്പലങ്ങൾക്ക് വിമോചനം വേണം. നമ്മുടെ നാടിന്റെ പാരമ്പര്യം നശിക്കാതെ അതിനെ കാത്തു സൂക്ഷിക്കണം. ഈ നാട്ടിൽ ജീവിക്കുന്നവർ ആരും ഒരു മതത്തെ കണ്ടും ഭയപ്പെടാൻ പാടില്ല. ജാതി മതത്തിനുള്ളിൽ വേർതിരിവ് വരാൻ പാടില്ല. എല്ലാവരും തമ്മിൽ തമ്മിൽ സമത്വത്തോടെ പെരുമാറണം. നീതിയും ന്യായവും ഒരുപോലെ വേണം. ഇപ്പൊ പറ്റിയില്ലെങ്കിൽ 2024 നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് അപ്പ ചെയ്താൽ മതി. വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കി അദാലത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിചാരണയാണ് നടന്നത്. വെൽക്കം ബാക്ക്. നിങ്ങളുടെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതി ഋതംബരയോട് നിങ്ങളുടെ കോടതിയിലെ അടുത്ത ചോദ്യം. ആപ്കെ അദാലത്തിൽ സ്വാതി ഋതംബരയുടെ മേലുള്ള കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇവർ ആധുനികവൽക്കരണത്തെ എതിർക്കുന്നു. നോക്കൂ, താങ്കളുടെ പ്രസംഗം കേൾക്കുന്ന ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ മോഡേണൈസേഷൻ, അതായത് ഇന്റർനെറ്റ്, മൊബൈൽ, ഇതെല്ലാം താങ്കൾ എതിർക്കുന്നു എന്ന്. മൊബൈൽ വിഷമാണ്, പോയിസൺ ആണെന്ന് താങ്കൾ പറയുന്നു. രജത് സർ, ഞാനൊരു മോഡേൺ ലേഡിയല്ലേ. ഞാൻ എങ്ങനെയാ ആധുനിക യുഗത്തെ എതിർക്കുക? പക്ഷേ എന്തും അധികമായാൽ, അതായത് എന്തും അധികമായാൽ അതൊരിക്കലും നല്ലതാവില്ല. ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും അറിയില്ല. അവർ 24 മണിക്കൂറും മൊബൈലും കയ്യിൽ വെച്ചാണ് ഇരിക്കുന്നത്. ഒരു സ്ഥലത്ത് ഒരു പുതിയ ബിൽഡിംഗ് കെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി നോക്കണം. അവിടെ ഇതാ സംഭവിക്കുന്നത്. ഒരു റിക്ഷക്കാരൻ റിക്ഷ ഓടിക്കുമ്പോഴും മൊബൈലും നോക്കിയാണ് ഓടിക്കുന്നത്. മൊബൈൽ കയ്യിലെടുത്ത് സെൽഫി എടുക്കുമ്പോ എത്ര ജീവനുകളാണ് നമ്മൾ ബലി കൊടുത്തിട്ടുള്ളത്? ഒരു ആവശ്യവുമില്ലാതെ ഒരുപാട് യുവാക്കൾ മരിച്ചുപോയിരിക്കുന്നു. അതിനാൽ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ ഉള്ളത് നല്ലതാണ്. ഒരു വസ്തു നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അതുപോലെ മുന്നേറ്റം എനിക്ക് വളരെ ഇഷ്ടമാണ്. രജത് സർ, അതുകൊണ്ടാണ് പ്രത്യേകമായുള്ളൊരു ഭാരതത്തെ ഞാൻ സ്വപ്നം കണ്ടത്. അതേസമയം അതിൽ ദൈവികവും ഉണ്ടായിരിക്കണം. നിങ്ങൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുമ്പോൾ കുതിരയുടെ കൺട്രോൾ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ നല്ലതാണ്. മറിച്ച് കുതിര നമ്മളെ കൺട്രോൾ ചെയ്താൽ അത് തെറ്റാണ്. അതുകൊണ്ടാ പറഞ്ഞത് കൺട്രോൾ വേണമെന്ന് പറഞ്ഞത് വളരെ ശരിയാണ്. അതുപോലെ ഒരിക്കൽ താങ്കൾ മിയാൻമിയിലുള്ള കടൽ തീരത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നും 15 മിനിറ്റിൽ താങ്കൾ തിരിച്ചു ഓടി വന്നെന്ന്. അതുണ്ടല്ലോ രജത് സർ, അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ എന്റെ കൂടെ ഈ പാട്ട് പാടുന്ന ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനെന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഈ പ്രകൃതി തീരത്ത്, കടൽക്കരയോരത്ത് വെറുതെ ഇരുന്ന് ആദ്യം നമ്മൾ ആ കടലിനെ ആസ്വദിക്കണം. അങ്ങനെ തല ഉയർത്തി ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങൾ ജ്വലിക്കുന്നത് കാണാം. അങ്ങനെയുള്ളൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ പ്രഭുവിനെ നമ്മൾ വർണ്ണിക്കുമ്പോൾ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചു. ധ്യാനം ചെയ്യാമെന്ന് കരുതി. ആ സ്ഥലത്തിലേക്ക് ഞങ്ങൾ പോയത് എപ്പോഴാന്ന് വെച്ചാൽ ആ സമയത്ത് കടൽക്കര മുഴുവൻ ചാരായ കുപ്പികളായിരുന്നു. ഇത്രയും വൃത്തികെട്ടൊരു കാഴ്ച ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ഇങ്ങനെയാണോ നശിപ്പിക്കുന്നത്? അപ്പോഴാണ് ഞാൻ എന്റെ കൂടെ വന്നവരോട് പറഞ്ഞത്, നമ്മൾ തെറ്റായ സ്ഥലത്താ വന്നിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ചെയ്തത് അവിടെ തന്നെ നിന്ന് നമ്മുടെ ഭാരതഭൂമിയെ നമസ്കരിച്ചു. എന്റെ ഭാരതമാതാവേ, നിന്റെ മനോഹരമായ കടൽ തീരത്ത് സോമനാഥുണ്ട്, ജഗന്നാഥുണ്ട്, പിന്നെ കന്യാകുമാരിയുമുണ്ട്. തലയുയർത്തി മലയെ നോക്കിയാൽ നമ്മുടെ കേദാർനാഥുണ്ട്, ഗംഗോത്രിയുണ്ട്, യമുനോത്രിയുണ്ട്. നമ്മുടെ പ്രകൃതി സർവാലങ്കാരഭൂഷിതയാണ്. ഇതെല്ലാം കൺമുന്നിൽ കാണുന്നു. ഇവിടെയെല്ലാം ദൈവമുണ്ട്. ഇതാണ് ദൈവം. ഇതാണ് നമ്മുടെ ഭാരതമഹിമ. പക്ഷെ നമ്മുടെ ഭൂമിയുടെ ഈ സൗന്ദര്യം ആസ്വദിക്കുന്നവരാണ് എന്നോട് വന്ന് പറയുന്നത്, ഇവിടെ ഒരു IIT ഉണ്ടാകണം, നമ്മൾ സ്കൂളുകൾ നിർമ്മിക്കണം, കോളേജുകൾ നിർമ്മിക്കണം, അമ്പലം നിർമ്മിച്ച് എന്താണ് പ്രയോജനമെന്ന്. അതുണ്ടല്ലോ രജത് സർ, ഈ സ്കൂളുണ്ടല്ലോ സമ്പാദിക്കാനുള്ള ഒരു വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ അമ്പലങ്ങൾ നമുക്ക് ജീവിതമാണ് തരുന്നത്. ജീവിക്കുന്നതിനും ജീവിക്കപ്പെടുന്നതിനും വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതേസമയം സത്യസന്ധമായിരിക്കണം അത്. മാത്രമല്ല നിങ്ങൾക്കും അതറിയാം, നമ്മുടേത് ഗുരുശിഷ്യ പാരമ്പര്യത്തിന്റെ നാടാണ്. സാലറിയിലെ നോട്ടുകൾ ഗുരുവാണ് എണ്ണുന്നത്. എന്നാൽ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ച് പരീക്ഷ എഴുതുന്നു. അതുപോലത്തെ ഭൂമിയല്ലല്ലോ ഇത്. അതുകൊണ്ട് കാലിൽ വീണ് നമസ്കരിക്കാൻ നമ്മൾ പഠിക്കണം. അതായത് നിങ്ങൾക്കും അറിയാലോ, കുടം തല കുനിച്ചാലേ നദിയിലെ വെള്ളം കുടത്തിലേക്ക് വീഴൂ. നമ്മൾ ദൈവത്തിന്റെ കാലടിയിൽ വീണ് നമസ്കരിക്കുമ്പോഴേ നമ്മളിൽ അറിവ് വർദ്ധിക്കുകയുള്ളൂ. എന്നാലേ ആകർഷിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടൂ. മാത്രമല്ല നിങ്ങൾക്കും അറിയാലോ, ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് വേണ്ട വിധത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ
ഡോക്ടർ തന്നെ നമ്മളോട് പറയാറില്ലേ, ദൈവമുണ്ട്, അദ്ദേഹം രക്ഷിക്കുമെന്ന്. അതുകൊണ്ട് വിദ്യാലയമുണ്ടാകണം, വിശ്വവിദ്യാലയമുണ്ടാകണം, ഹോസ്പിറ്റലുകൾ ഉണ്ടാകണം. എന്നാൽ അമ്പലങ്ങൾ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ഭാരതഭൂമി തന്നെ അമ്പലങ്ങളുടെ തേജസ്വി നാടല്ലേ? യാദവ് എന്താണ് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, താങ്കൾക്ക് ശരീരത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ അമ്പലത്തിൽ പോകുമോ അതോ ഹോസ്പിറ്റലിലേക്ക് പോകുമോ എന്ന്? തീർച്ചയായും നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത്, പക്ഷേ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും. അമ്മ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നു തരും. ഈ പ്രസാദം കഴിച്ചാലേ മരുന്ന് പോലും പ്രവർത്തിക്കൂ. ദൈവം രക്ഷിച്ചെന്ന് അമ്മ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് പറയും. നിങ്ങൾക്കെല്ലാം നന്നായിട്ടറിയാം, ഇപ്പോഴെല്ലാം റിയൽ ലൈഫ് ഹീറോസിനെ പറ്റി ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വെച്ച് ഒരു സിനിമ എടുത്താൽ അത് നന്നായിട്ടുണ്ടാകുമോ? ഓ, പൊന്നുമോളെ, ഇങ്ങനൊരു ചോദ്യം ചോദിച്ചില്ലേ, അത് തന്നെ മതി എനിക്ക്. ഇതിൽ നിന്നും നീ എന്നെപ്പറ്റി നന്നായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിലും ഞാനുണ്ട്. ഇവിടെയുള്ള കുട്ടികളോട് ഞാൻ ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് കുട്ടികളുണ്ട് ഇവിടെ. സിംഹങ്ങളെ കണ്ട് ഞങ്ങൾ ഒരിക്കലും ഭയപ്പെട്ടതില്ല. അതിന്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ആർത്തട്ടഹസിക്കും. ഞങ്ങൾ ഈ ഭൂമിയിലെ ശൂർപ്പണേഖയെയും ഊർവശിയെയും വിശ്വസിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവിനെയാണ് വിശ്വസിച്ച് ജീവിക്കുന്നത്. ഞങ്ങൾ നാടിനെ സ്നേഹിക്കുന്നു. നാടിനെ വിശ്വസിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 14 വർഷം കാട്ടിൽ ജീവിച്ച ശ്രീരാമനെ ഞങ്ങൾ പൂജിക്കുന്നു. എന്താ രജത് സർ? ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ് താങ്കൾ വാത്സല്യഗ്രാം നിർമ്മിച്ചത്. ഇതേ പോളിസിയോട് കൂടിയാണ് താങ്കൾ കുഞ്ഞുങ്ങൾക്ക് പുതിയ ജീവിതം നൽകിയത്. അതിനെപ്പറ്റി സംസാരിക്കാതെ ഈ എപ്പിസോഡ് പൂർത്തിയാക്കാൻ പറ്റില്ലല്ലോ. ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയത്? രജത് സർ, ഈ രാമന്റെ അമ്പലത്തിനു വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും പോയി പ്രചാരണം നടത്തിയിരുന്നു. ആ സമയത്ത് ഞാൻ അനാഥാശ്രമത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമായിരുന്നു. അവിടുത്തെ സൗകര്യങ്ങൾ കണ്ട് എനിക്ക് തോന്നി, നമ്മൾ പുറത്തെ എത്രമാത്രം നന്നായിട്ടാണ് ജീവിക്കുന്നത്. സാധാരണ കാര്യത്തിൽ പോലും ദൈവത്തെ കാണുന്നു. ചില മനുഷ്യന്മാരിൽ പോലും ദൈവത്തെ കാണുന്നു. എന്നാൽ അവിടുത്തെ കുട്ടികൾക്ക് റൊട്ടി കൊടുക്കുന്നു, പഴങ്ങൾ കൊടുക്കുന്നു, ലൈനിൽ നിർത്തിക്കൊണ്ട് വസ്ത്രങ്ങൾ നൽകുന്നു, റൊട്ടി കൊടുക്കുന്നു, പഴങ്ങൾ നൽകുന്നു. നമ്മൾ ആ കുട്ടികളെ അവിടെ ദയനീയമായി നിർത്തിയിരിക്കുകയാണ്. ഈ കാര്യം എന്നിൽ വളരെയധികം വേദനയുണ്ടാക്കി. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അവിടെ സേവനമനുഷ്ഠിക്കുന്ന സ്ത്രീകൾ യശോദ മാതാവായി മാറിയാൽ, അനാഥാശ്രമത്തിൽ ജീവിക്കുന്ന കുട്ടികൾ സഹോദരീ സഹോദരന്മാരായി മാറിയാൽ, വിധവാശ്രമത്തിലെ സ്ത്രീകൾ സഹോദരികളായിരുന്നാൽ, മുത്തശ്ശനും മുത്തശ്ശിയുമായാൽ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എന്നിലുണ്ടായി. അതിനുശേഷം ഒരു കാര്യമുണ്ടായി. ഞാൻ രാഷ്ട്രീയത്തിൽ വരണമെന്ന് എന്നെ ഫോഴ്സ് ചെയ്തു. അതൊരിക്കലും എന്റെ ജോലിയല്ല. ആ സമയത്താണ് ഞാൻ എന്റെ മനസ്സിൽ ഒരു ദൃഢമായ തീരുമാനമെടുത്തത്. അങ്ങനെ ഞാൻ ഇവർക്ക് സ്വയം യശോദയായി മാറിക്കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടെല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വാത്സല്യ നന്നായി നടത്തിക്കൊണ്ടുപോകുന്നു. ആരും അനാഥരല്ല, ആരും പരിതാപം ഏറ്റുവാങ്ങേണ്ടവരല്ല, ഒരു സ്ത്രീയും സങ്കടപ്പെടാറില്ല. മാത്രമല്ല രജത് സർ, ഈ കാര്യം നിങ്ങൾക്കും അറിയാം. ദൈവത്തിൽ വിശ്വസിച്ച ഒരാൾ ഇറങ്ങിത്തിരിച്ചാൽ അതിനുശേഷം അവരുടെ ജീവിതത്തിൽ എന്ത് കഷ്ടമാണ് വരാൻ പോകുന്നത്? അവർക്ക് യശോദയായി മാറി അഭിമാനത്തോടെ ജീവിക്കാം, കുട്ടികളെ താരാട്ടുപാടി ഉറക്കാം, വയസ്സായ കാലത്തിൽ മാതാപിതാക്കൾക്ക് തുണയായിട്ടിരിക്കാം, ഓരോ യുവതികളും കുട്ടികളെ താലോലിക്കാം, വയസ്സായവരെ ശുശ്രൂഷിക്കാം. ഈ ലക്ഷ്യത്തോടെയാണ് എല്ലാം ഉള്ളത്. ഈ ലോകത്ത് ഇതിനേക്കാൾ മറ്റൊരു നല്ല ഉദാഹരണം ഒരിക്കലും ലഭിക്കില്ല. മറ്റൊരു കാര്യവും ഞാൻ കേട്ടു, താങ്കൾ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ആർമി തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. എന്താ പറയുന്നത്? അത് എപ്പോഴോ ഉണ്ടായി കഴിഞ്ഞില്ലേ. ഇതുണ്ടല്ലോ, ഇതെന്റെ ഡ്രീം പ്രോജക്റ്റ് എന്നു തന്നെ പറയാം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഇങ്ങനെ ശാന്തരായിരിക്കാൻ പാടില്ല. പൂക്കളെ പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കരുത്. എവിടേക്കേലും പോവുകയാണെങ്കിൽ ഭയപ്പെട്ടു പോകരുത്. സംസാരിക്കുമ്പോൾ പേടിച്ച് സംസാരിക്കരുത്. ആവശ്യമെങ്കിൽ ആഗ്രഹിച്ചാൽ പാന്റും ഷർട്ടും ധരിക്കാം. എന്നാൽ അവരുടെ സ്ത്രീത്വം അവർ ഒരിക്കലും മറക്കരുത്. വേണമെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം, മരുഭൂമിയിലെ സരസ്വതിയെപ്പറ്റി. അതുപോലെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾക്കുള്ള താരാട്ടായും വൃദ്ധർക്കുള്ള താങ്ങായും വേണം. സമൂഹത്തിൽ ചിറകടിച്ചുയരണം. നാടിന്റെ അതിർത്തിയിൽ ധൈര്യത്തോടെ പോയി നിൽക്കണം. ഭാരത സ്ത്രീ എന്ന പെരുമ അവിടെ ഉയർത്തിക്കാട്ടണം. ശത്രുക്കൾ കൊല്ലാൻ വന്നാലും പിന്തിരിഞ്ഞോടാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ യുവാക്കൾ ത്രിവർണ പതാക പറപ്പിക്കുന്ന പോലെ ഒന്നുകിൽ പതാക പറത്തണം, അല്ലെങ്കിൽ പതാക പുതച്ചുകൊണ്ടുവരണം. ഇതുപോലെയാകണം ഭാരതത്തിലെ സ്ത്രീകളും. അവർക്കും ഇങ്ങനൊരവസരം കിട്ടണം. അതുകൊണ്ട് യുവാക്കൾക്കായി ഹിമാലയത്തിൽ രജത് സാർ, ഈ ഷോ മുഖാന്തരം ഈ കാര്യം വെളിപ്പെടുത്തുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് ആർമി സ്കൂൾ വാത്സല്യ ഗ്രാമത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു. വളരെ സന്തോഷം. അവസാനമായി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. പല ബുദ്ധിമുട്ടുകളും സഹിച്ചു അവസാനം നിങ്ങളത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു.
ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മധുരയിൽ ശ്രീകൃഷ്ണനുണ്ട്, അവിടെ അമ്പലം നിർമ്മിക്കാൻ പോവുകയാണ്. അതിൽ താങ്കളുടെ അഭിപ്രായം? ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദീപാവലിയേക്കാൾ വലിയ ആഘോഷം അന്നുണ്ടാകും. ഇത് സംഭവിച്ചാൽ കൃഷ്ണ ജന്മഭൂമിയും നമുക്ക് തന്നെ. രജത് സർ, എന്റെ കൂടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. അവർ ഒരു പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും തീർച്ചയായും. സിമ്രാൻ എവിടെയാ ഉള്ളത്? तू कितनी अच्छी है, तू कितनी भोली है, प्यारी प्यारी है ओ माँ, ओ माँ। तू कितनी सुंदर है, तू कितनी प्यारी है, प्यारी प्यारी है ओ माँ, ओ माँ, ओ माँ, ओ माँ। നന്നായിരിക്കുന്നു. രജത് സർ, ഒപ്പം സിയയും വന്നിട്ടുണ്ട്. സിയ, അത് ശരി. സിയ എണീറ്റ് നിന്ന് ചൊല്ലെ. അവളൊരു കവിത ചൊല്ലും. പാടട്ടെ. किससे दर वर्ष हर बार आएंगे, मुझे खुशी है इस बात की कि इस वर्ष मेरे श्री राम आएंगे। വാവ്. വേറൊരു കവിത ചൊല്ലില്ലേ? അത് ചൊല്ല്. मुट्ठी में कुछ सपने लेकर धरकर जेबों में आशाएं, दिल में है अरमान यही कुछ कर जाए। मैं उस माटी का वृक्ष नहीं जिसको नदियों ने सींचा है, दीदी माँ जी की उंगली थामकर मैंने चलना सीखा है। मैं वात्सल्य में लिखी कविता मुझको संस्कारों ने सींचा है, दीदी माँ जी के आंचल में पलकर मैंने दुनिया को देखा है। तूफानों सा शोर नहीं, कल बहता जल हूँ मैं, दीदी माँ जी के संस्कारों का आने वाला कल हूँ मैं। दीदी माँ जी का धाम मिला, पावन परमानंद नाम मिला, और भला क्या आस है मुझको, इतना खुशहाल कुडुंबम किटी। दीदी माँ जी, मुझे दीदी माँ जी का प्यार मिला, मुझे दीदी माँ जी का प्यार मिला। കൊള്ളാം സിയ. വളരെ നന്നായിരുന്നു. എല്ലാവരും സിയയ്ക്ക് വേണ്ടി നല്ല ശബ്ദം, കൈയടിച്ചേ. നല്ല കവിത. നോക്കൂ, താങ്കൾ ഒരു പാട്ട് പാടണമെന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഞാനിപ്പോ കവിത എന്ത് പാട്ടാ പാടുക. പാടുക? എല്ലാരും ചേർന്ന് പാടാമോ? राम को पाना है तो बंदे खुद को बदलना होगा। हाथ ऊपर करके। राम को पाना है तो बंदे खुद को बदलना होगा। राम को पाना है तो बंदे खुद को बदलना होगा। धर्म युद्ध में तुझको अंगारों पर चलना, बैठा क्यों है कुछ कर्म कर, बैठा क्यों है कुछ कर्म कर, तेरा काम बोलेगा। कण कण भी जय 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 श्री राम, रे भैया कण कण भी जय 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 श्री राम। बोलिए जय श्री राम, जय श्री राम, जय श्री राम। बोलिए अयोध्या धाम की, भारत माता की, अखंड भारत की, आज के आनंद की। ओम नमः पार्वती पतये हर हर ഞങ്ങൾ പല ചോദ്യങ്ങളും താങ്കളോട് ചോദിച്ചു. അതിനുള്ള കൃത്യമായ ഉത്തരം താങ്കൾ നൽകുകയും ചെയ്തു. സത്യങ്ങൾ മനസ്സിലായി. ജീവിതപാതയിലെ പോരാട്ടങ്ങളെക്കുറിച്ചും താങ്കൾ പറഞ്ഞു. ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ സ്വാതി റിദംബരയ്ക്കെതിരായ ജഡ്ജ്മെന്റ് നമുക്ക് കേൾക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ആപ്കി അദാലത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിചാരണയാണ് നടന്നത്. റിദംബര മാഡത്തിന്റെ അടുത്ത് അമ്പലം കെട്ടുന്നത് വരെയുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കി. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കോടതിയിൽ നമ്മുടെ ജഡ്ജ്, ദി ഫേമസ് ജേർണലിസ്റ്റ് സൻവീർ ചൗക്കാർ വിധി പറയുന്നതായിരിക്കും. സരോജിനി നദിയിൽ നിങ്ങൾ ശപഥമെടുത്ത് ശ്രീരാമന്റെ അമ്പലം കെട്ടാനായി നിങ്ങളുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്യാൻ വേണ്ടി ഒരു ശപഥമെടുത്തു. ശ്രീരാമൻ നിങ്ങൾക്ക് ധൈര്യം തന്നു. നിങ്ങൾ ആ സ്ഥലത്ത് പോരാടുകയും ചെയ്തു.
ഈ കോർട്ടിന് മനസ്സിലാവുന്നുണ്ട് ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോരാടിയത് ന്യായമാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ കടമ ശരിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എല്ലാ ചോദ്യത്തിനും ശരിയായ ഉത്തരമാണ് തന്നിരിക്കുന്നത്. ഈ നീതിപീഠം നിങ്ങളെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും വിമോചിതരാക്കുകയാണ്. നന്ദിയുണ്ട് ജഡ്ജി സാർ. ജഡ്ജി സാർ, നിങ്ങൾക്ക് നന്ദിയുണ്ട്. ഞങ്ങൾ എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. ജനങ്ങളുടെ മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. 100 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കണം. ഈ പ്രാർത്ഥനയോടുകൂടി ഈ പ്രോഗ്രാം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഒരു പുതിയ വ്യക്തിയോടുകൂടി. അതുവരെ നമസ്കാരം.